താങ്ക് യു. താങ്ക് യു. എന്നെ നല്ല രീതിയിൽ സാറ് പരിചയപ്പെടുത്തി. എന്നെ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പേര് ശ്രീരാഗ് എന്നാണ്. സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ്. ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞു. ബി എ ആണ് കഴിഞ്ഞത്. ബി എ എക്കണോമിക്സ് ആണ് പഠിച്ചത്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കരിയറായിട്ടും ഞാനൊരു പാഷനേറ്റായിട്ടും ശരിക്കും പറഞ്ഞ ഒരു ഹാപ്പി ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ഹാപ്പിയാണ് ഞാൻ. അത്ര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് പറയാൻ കിട്ടിയ അവസരത്തിൽ അത്രയും ഒരു ഹാപ്പിയോടുകൂടി ഞാൻ കാണുന്നു. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റ് ആണ് നമുക്ക് ഈ പ്രസന്റേഷൻ ആവശ്യം. അപ്പൊ ഈ ഒരു 40 മിനിറ്റ് നമുക്കൊന്ന് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമുക്കറിയാം കാലഘട്ടം മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജോലി, ബിസിനസ് എല്ലാ മേഖലയിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പല ജോലിയോ ബിസിനസ്സോ ഒന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തൊരു ജോലി എന്തൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണെങ്കിലും അതിനൊന്നും ബാധിക്കാതെ നല്ലൊരു സെക്യൂരിറ്റി ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഒരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടി ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. സ്ലൈഡ് വിസിബിൾ അല്ലേ? Yes, sir. Yes. Okay. ഓക്കെ. നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ പേര് സിഇഒ എന്നാണ്. അതായത് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ പേര്. നമുക്കറിയാം, ബേസിക്കലി നമുക്ക് നമ്മുടെ ലൈഫ് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെല്ലാവരും കൺസ്യൂമർ ആണ്. ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ, ജനനം മുതൽ മരണം വരെ നമ്മളെല്ലാവരും കൺസ്യൂമർ ആണ്. പക്ഷെ അതിന് ഇന്നേ വരെ നമുക്കറിയാം ഒരു സാമ്പത്തികമായിട്ടൊരു നേട്ടം നമുക്ക് ഇന്നേ വരെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെ? പക്ഷെ ഇവിടെ ഒരു കൺസ്യൂമർ ആയിട്ട് നിങ്ങൾക്ക് നിന്നുകൊണ്ട് ഒരു വരുമാനം നേടിയെടുക്കാൻ പറ്റിയ ഒരു പ്രൊജക്ട് ആണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ട എന്നുള്ളതാണ്. മറ്റെന്തൊരു സംരംഭമാണെങ്കിലും എന്തൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും, സഹായിക്കാൻ ആരുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഈ ഒരു സിഇഒ എന്ന് പറഞ്ഞ പ്രൊജക്റ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഈ ഒരു പ്രൊജക്ട് വഴി നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള എല്ലാ ഗൈഡൻസും സപ്പോർട്ടും തരുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ പേരാണ് വിന്നിൻ ടീം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യണ്ട, ഒറ്റയ്ക്ക് ചെയ്യേണ്ട, ലൈഫ് ടൈം ഫുൾ ബാക്കപ്പ് തരാനായിട്ട് നമുക്കൊരു വിന്നിൻ ടീം എന്ന് പറയുന്ന ഒരു പവർഫുൾ ഓർഗനൈസേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. ലൈഫിൽ നമുക്കറിയാം, നമ്മൾ ലൈഫിൽ നമുക്ക് എന്ത് കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നീഡ് വേണം, അല്ലെ? നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണം. അവർക്ക് ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്താൽ മതി, സാലറി കിട്ടും. പക്ഷെ സ്വന്തമായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരിക്കലും പൈസ ആയിരിക്കരുത് മോട്ടിവേഷൻ. നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സമ്പത്ത് നമ്മളിലേക്ക് വരും. എല്ലാവർക്കും ഇപ്പൊ എന്റെ ആവശ്യങ്ങളും എന്റെ സ്വപ്നങ്ങളും എല്ലാം നിങ്ങളെ എല്ലാവരും ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ നല്ല സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നേറ്റം ഉണ്ടാവാന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ നല്ല കാറ് വാങ്ങാന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ ഫാമിലിയായിട്ട് യാത്ര പോകാന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ നല്ല വീട് വെക്കാന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടാന്നുള്ളതായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ നീഡായിരിക്കും, അല്ലെ? അപ്പൊ നിങ്ങൾ എത്ര വലിയ സ്വപ്നമാണെങ്കിലും നിങ്ങൾ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അതെല്ലാം നേടിയെടുക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ. ഇതെല്ലാം പറയുമ്പോഴും ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ്, അല്ലെങ്കിൽ ഡെയിലി ഡെയിലി നമ്മൾ കേൾക്കുന്ന വാക്കാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസും സക്സസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, വർഷങ്ങളായിട്ട് ഞാൻ പല ജോലി ചെയ്യുന്നുണ്ടോ, പല കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ ലൈഫിൽ ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. ശരിക്കും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വന്ന കാര്യം കുറച്ച് പൈസ കിട്ടുവാണെങ്കിൽ ജയിക്കുക എന്നുള്ളതായിരിക്കാം. മനസ്സിലാക്കുക, ഒരിക്കലും പൈസ വേണം, പക്ഷെ ഒരു പൈസയുടെ തന്നെ കോമ്പിനേഷൻ മാത്രമല്ല ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഞാൻ ഈ പറയുന്ന പോയിന്റ്, ഓക്കെ, ഏകദേശം ഒരു 4, നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് പ്രധാനമായിട്ട് ഒരു 4 കോമ്പിനേഷൻ വേണം. ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, നിങ്ങൾക്ക് ഒരു സാലറി ഉണ്ടാവാം, വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, നമ്മൾ മുന്നോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ പറയുന്ന 4 കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരു 5 കൊല്ലോ 10 കൊല്ലോ 20 കൊല്ലോ മുന്നോട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കിട്ടുമോ എന്ന് ചിന്തിച്ചു നോക്കുക. ഒരുമിച്ച് കിട്ടും തന്നെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് ഒരുമിച്ച് കിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ 100% മാറി ചിന്തിക്കണം. അങ്ങനെ മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടവർക്കുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഒന്നാം തന്നെ ഇനഫ് മണി, നമുക്ക് ഇഷ്ടംമാതിരി പണം വേണം. രണ്ട്, ഇനഫ് ടൈം, നമുക്ക് ഇഷ്ടംമാതിരി സമയം വേണം ജീവിതത്തിൽ. പ്രോപ്പർ ഹെൽത്ത്, നല്ല ആരോഗ്യം വേണം.
ലൈഫ് സെക്യൂരിറ്റി, ഒക്കെ നമുക്ക് ലൈഫ് ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള സെക്യൂരിറ്റി വേണം. ഈ നാല് കാര്യത്തിന്റെ കോമ്പിനേഷൻ ആണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടംമാതിരി പണമുണ്ട്, ഇഷ്ടംമാതിരി സമയമുണ്ട്. നമുക്ക് ആരോഗ്യമില്ലെങ്കിലോ ഈ സമയം പണമൊന്നും കിട്ടിയിട്ട് നമുക്ക് എന്തില്ല, കാര്യമില്ല. അല്ലെങ്കിൽ ഇഷ്ടംമാതിരി പണമുണ്ട്, നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നിന്നിരാൻ സമയമില്ല. നമുക്ക് ഈ പണം ആരോഗ്യമൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പണമുണ്ട്, സമയമുണ്ട്, ആരോഗ്യമുണ്ട്, വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല. അപ്പൊ ഒരിക്കലും ഇതിൽ ഒരു പോയിന്റ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സക്സസ്ഫുൾ ഒന്നും ആവാൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇന്നിപ്പോ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ പറയുന്ന നാല് കാര്യങ്ങൾ ഒരുമിച്ച് നേരിട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ച് നേരിട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാവരും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, ഒരു ബിസിനസ് ഓണർ ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ നാല് കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ജോലിയിൽ കിട്ടുന്നല്ലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറി ചിന്തിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ്. ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളും ഒരുമിച്ച് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. പണം, സമയം, ആരോഗ്യം, സെക്യൂരിറ്റി. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, മനുഷ്യൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കണം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം പറയുമ്പോഴും ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? എന്താണ് നിങ്ങളുടെ വരുമാനം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ? വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? ഇപ്പോൾ ഉള്ള ജോലി അല്ലെങ്കിൽ ഇപ്പൊ ഒരു വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സേവ് ചെയ്യാനായിട്ട് പറ്റാറുണ്ടോ? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? ഇപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ വരുമാനത്തിൽ എന്ത് സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് ഉള്ളത്? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? നിലവിലുള്ള ജോലി അല്ലെങ്കിൽ വരുമാനം നിന്ന് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും വരുമാന മാർഗം നിങ്ങൾക്ക് ഉണ്ടോ? ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നല്ലൊരു ക്വാളിറ്റി സമയം നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടാറുണ്ടോ? ഒരു എംപ്ലോയ്മെന്റ് ലെവലിൽ ഇതിന്റെ എല്ലാ ആൻസർ നമുക്കറിയാം, നോ 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 എന്ന് തന്നെയായിരിക്കും. പക്ഷെ ഇതെല്ലാം എസ് ആക്കി മാറ്റാനുള്ള പ്ലാറ്റ്ഫോമും കൂടിയാണ് ഞാൻ ഈ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതൊക്കെ നോക്കുമ്പോഴും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മാറി ചിന്തിക്കണം എന്നൊക്കെ നമുക്കറിയാം. ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്ന ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഏത് രീതിയിലുള്ള വരുമാനം വാങ്ങിച്ചാലാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്നും കൂടെ നമ്മൾ അറിയണം. ശരിയല്ലേ? ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ഉണ്ട് റോബർട്ട് കിയോസാക്കി. അദ്ദേഹത്തിന്റെ ഒരു റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ടെസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലോകത്ത് ജെനുവിനായിട്ട് നല്ല രീതിയിൽ ജെനുവിനായിട്ട് വരുമാനം വാങ്ങുന്ന ആൾക്കാർ നാല് രീതിക്കുണ്ട്. അതിന് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയുടെ പേരാണ് ആക്റ്റീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ആക്റ്റീവ് ആയാൽ വരുമാനം കിട്ടും. ഓക്കെ, അതിലാണ് എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയി. ഇപ്പൊ എംപ്ലോയി നമുക്കറിയാം, ഒരു സ്ഥാപനത്തിന്റെ കീഴിലോ ഒരു വ്യക്തിയുടെ കീഴിലോ നമ്മൾ സമയം എഫേർട്ടും കൊടുക്കുന്നു, നമുക്ക് വരുമാനം കിട്ടുന്നു. ഇപ്പൊ നാളെ ഒരു സാറ്റർഡേ ആണ്, നാളെ വർക്കിംഗ് ഡേ ആണ്, നാളെ ജോലിക്ക് പോയില്ലെങ്കിൽ നാളെ ഒരു ദിവസം വരുമാനം നമുക്ക് എന്ത് ചെയ്യില്ല, സാലറി കിട്ടില്ല. ഒരാഴ്ച പോയില്ലെങ്കിൽ ഒരാഴ്ച സാലറി കിട്ടില്ല, രണ്ടാഴ്ച പോയില്ലെങ്കിൽ ചിലപ്പോൾ ആ ജോലി പോലും ഉണ്ടാവില്ല. കാരണം എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സമയം എഫേർട്ടും കൊടുത്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ, ആബ്സെൻസിൽ വരുമാനം കിട്ടില്ല. അവിടെ സെൽഫ് എംപ്ലോയ്മെന്റ്, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു പാട്ട് പാടാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ പാട്ട് പാടി എന്ത് ചെയ്യും, വരുമാനം വാങ്ങും. അല്ലെങ്കിൽ ഞാൻ ഒരു ഡോക്ടർ ആണെങ്കിൽ ഞാൻ ട്രീറ്റ് ചെയ്ത് ചികിത്സിച്ച് വരുമാനം വാങ്ങും. അല്ലെങ്കിൽ ഒരു മെക്കാനിക് ആണെങ്കിൽ ഞാൻ വണ്ടി സർവീസ് ചെയ്ത് വരുമാനം വാങ്ങും. പക്ഷെ അവിടെ എനിക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ ടാലന്റ് ഉണ്ട്, സ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയും ഞാൻ പ്രവർത്തിച്ചാലേ വരുമാനമുള്ളൂ. ഞാൻ ഡോക്ടർ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാലേ വരുമാനമുള്ളൂ, പാട്ട് പാടിയാലേ വരുമാനമുള്ളൂ. അല്ലെ, നമ്മളെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ജഗതി ശ്രീകുമാർ. അല്ലെ, അദ്ദേഹം ആക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി, ഇപ്പൊ അദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ എന്തില്ല, വരുമാനമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട കാര്യം, ലോക പോപ്പുലേഷനിൽ 95% ആളുകളും ഇങ്ങനെ ഒരു ആക്റ്റീവ് ഇൻകം ഹോൾഡേഴ്സ് ആണ്. ആക്റ്റീവ് ഇൻകം ഹോൾഡേഴ്സ് ഒരു 5%കാരുണ്ട്. അവരെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ സമയം, പണം, ആരോഗ്യം, സെക്യൂരിറ്റി എല്ലാം ഒരുമിച്ച് നേടിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും തൊട്ടപ്രസിലുള്ള ആൾക്കാർ, 5% ആൾക്കാരാണ്. അതിൽ തന്നെയാണ് ബിസിനസ് ഓണർ ആൻഡ് ഇൻവെസ്റ്റർ എന്ന് പറയും. ഇപ്പൊ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് നമുക്ക് തന്നെ ചെറിയൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടെങ്കിൽ, ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടെങ്കിൽ, പുറത്തുനിന്ന് ഒരാൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളും പറയും, ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ആണെന്ന് പറയും. പക്ഷെ അത് സെൽഫ് എംപ്ലോയ്മെന്റ് ബിസിനസ്സാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു മൊബൈൽ ഐ ഡി, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ പോയി ഷട്ടർ ഇടുന്നാലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. സെൽഫ് എംപ്ലോയ്മെന്റ് ബിസിനസ് ആണ്. റിയൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആബ്സെൻസിൽ നമുക്ക് വരുമാനം കിട്ടണം. ഇപ്പൊ എക്സാമ്പിൾ റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ റിലയൻസിന്റെ പെട്രോൾ പമ്പ് നമ്മുടെ വീടിന്റെ അടുത്ത് ടൗണിലൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് നമ്മൾ എന്തെങ്കിലും ആ പെട്രോൾ പമ്പിലൊക്കെ പോയി നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എന്റെ ഒരു മാനേജ്മെന്റ് നമ്മളവിടെ കണ്ടിട്ടില്ല, എം ഡിനെ അല്ലെ, നമ്മുടെ ഈ പറഞ്ഞ പോലെ അംബാനിനെയോ മുകേഷ് അംബാനിനെയോ നമ്മുടെ ഒരു ഓഫീസിൽ പോലും ഒരു ഷോപ്പിൽ പോലും കണ്ടിട്ടില്ല. കാരണം അംബാനിക്ക് 9ാം ക്ലാസ് 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനേക്കാളും കഴിവുള്ള ആളുകളുടെ സമയ എഫേർട്ടും വിലയ്ക്ക് വാങ്ങിച്ചേക്കുവാണ് ചെയ്തേക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണ് റിയൽ ബിസിനസ്. അതായത് നമ്മൾ വെറുതെ വീട്ടിൽ
ഇരിക്കുമ്പോഴും നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിയൽ ബിസിനസ്. അടുത്ത ഇൻവെസ്റ്റേഴ്സ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ബാങ്കിലിട്ടാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇത് പൈസ എടുക്കുന്ന രീതിയാണ്. ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു 10 കടമുറി നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് അവസ്ഥയിൽ നമുക്ക് വരുമാനം കിട്ടും, റെന്റിന് കൊടുത്താൽ മതി. പക്ഷെ ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആബ്സെൻസിൽ നമുക്ക് വരുമാനം കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വരുമാന മാർഗത്തിനെ പറഞ്ഞ പേരാണ് പാസീവ് ഇൻകം. പാസീവ് ഇൻകം. പക്ഷെ ലോക പോപ്പുലേഷനിൽ വെറും 5% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ പാസീവ് ഇൻകം ഓൺ ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇവിടെയാണ് ഏറ്റവും വലിയൊരു തിരിച്ചറിവുണ്ടാവേണ്ടത്. ഇവിടെയാണ്. കാരണം സമ്പത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വെൽത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സമ്പത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 95% ഇരിക്കുന്നത് ഈ 5%കാരായ പാസീവ് ഇൻകത്തിന്റെ കയ്യിലാണ്. വെറും 5% സമ്പത്ത് മാത്രമേ ഉള്ളൂ 95%ഉള്ള ആക്റ്റീവ് ഇൻകത്തിന്റെ കയ്യിൽ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. വർഷങ്ങളായിട്ട് പല ജോലി ചെയ്തിട്ടും പല കാര്യം ചെയ്തിട്ടും നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവാത്തതിന്റെ കാര്യം നമ്മളൊരു ആക്റ്റീവ് ഇൻകം ഹോൾഡറാണ്. അല്ലെ, നമ്മൾ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, നമ്മളെല്ലാവരും 100% ആക്റ്റീവ് ഇൻകം ഹോൾഡറാണ്. ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല നമുക്ക് പണിക്കാരനാവാൻ പറ്റും. ഒരിക്കലും സാമ്പത്തികമായി അടുത്ത ലെവലിലേക്ക് ഒരു പരിധി വിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ജോലി നമുക്കറിയാം, ഓടിയാലേ വരുമാനമുള്ളൂ, ഓടാൻ പറ്റാതെ വരുമാനമില്ല. പക്ഷെ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു പാസീവ് ഇൻകം തന്നെ നമുക്ക് വേണം. പക്ഷെ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ലക്ഷങ്ങളോ കോടികളോ ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരു ബിസിനസ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ആക്റ്റീവ് ഇൻകത്തിലാണെങ്കിൽ ഒരു ടെൻഷൻ വേണ്ട. ആ ആക്റ്റീവ് ഇൻകത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്നൊരു എക്സ്ട്രാ ഇൻകം. നിങ്ങളൊരു ജോലിക്കൊപ്പം നിങ്ങൾക്ക് ഒരു അഡീഷണൽ വരുമാനം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. പ്രധാനമായിട്ട് കോഡിന് ശേഷം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ജോലിക്കൊപ്പം ഒരു അഡീഷണൽ വരുമാനം, ജോലിനെ ബാധിക്കാതെ ഒരു സൈഡ് വരുമാനം. രണ്ട്, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം. പണം ഒരു തടസ്സമല്ലാത്ത അവസ്ഥ. പക്ഷെ ഇപ്പൊ നമുക്ക് തടസ്സമാണ്. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ നേരത്ത് പോലും നമ്മൾ അതിന്റെ വില നോക്കിയിട്ട് നമ്മൾ വാങ്ങാറ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാവരെയും കഴിക്കണം, വില നോക്കിയിട്ട് വാങ്ങാറ്. ആഗ്രഹിച്ച സാധനം ആഗ്രഹിച്ച സമയത്ത് വില നോക്കാതെ വാങ്ങാൻ കഴിയുന്നതിന്റെ അവസ്ഥയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അടുത്ത ടൈം ഫ്രീഡം. സമയം നമുക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒട്ടും ഇല്ല എന്ന് പറഞ്ഞ കാര്യം സമയം തന്നെയാണ്. ഒന്നാലോചിക്കുക. ഇപ്പൊ എക്സാമ്പിൾ നമുക്കൊരു ഒരു ഡോക്ടറെ എടുക്കാം. അദ്ദേഹം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ വരില്ല. ആ ഡോക്ടറെ സംബന്ധിച്ച് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ എന്തില്ല? സമയമില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ഒരാളെടുത്ത് ഇങ്ങനെ ബിസിനസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും ബിസിനസ് ഒക്കെ നല്ല പ്രോഫിറ്റബിൾ ആണ്, ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം കൂടെ അവർ പറയും, നിന്നിരിക്കാൻ സമയമില്ല. നമ്മുടെ കാര്യം എടുക്കാം. നാളെ വർക്കിംഗ് ഡേ ആണ്. നാളെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് നമ്മൾ തന്നെ മാക്സിമം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ പോയിട്ട് വരാൻ നോക്കും, മാക്സിമം നമ്മുടെ ജോലിനെ ബാധിക്കാതെ. കാരണം നമുക്ക് തോന്നിയ സമയത്ത് കയറി ചെല്ലാൻ പറ്റില്ല. കാരണം അവിടെ സമയം കൺട്രോൾ ചെയ്യണേ നമ്മളല്ല, അതിന്റെ ഓണറാണ്. ടൈം ഫ്രീഡം നമുക്കില്ല. അപ്പൊ ഈ ഓപ്പറേഷന്റെ പ്രത്യേകം നമുക്കൊരു ടൈം ഫ്രീഡം ഉണ്ട്. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് പ്രവർത്തിക്കേണ്ട സമയം. ഇവിടെ ഒരു ബോസോ ടാർഗറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അതുപോലെ ഗുഡ് ഹെൽത്ത്. പൈസ വേണ്ടാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവുമായിരിക്കും, പക്ഷെ ആരോഗ്യം വേണ്ടാന്ന് ആരും പറയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവാക്കുന്ന ഒരു മേഖല ആരോഗ്യമാണ്. അപ്പൊ നല്ല ആരോഗ്യം വേണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അതുകൊണ്ട് ലീവ് എ ലെഗസി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈമാറ്റം ചെയ്യാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ട്. അത് അതുപോലെ തന്നെ നമ്മുടെ ഒരു തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ തലമുറ അതുപോലെ തന്നെ ഏറ്റെടുത്ത് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രത്യേകത, അല്ലെങ്കിൽ ഒരു ജോലിയോ വരുമാനം ഒരിക്കലും ഒരു തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത, ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോ സമയ എഫേർട്ടും നമ്മുടെ തലമുറയ്ക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? കൈമാറ്റം ചെയ്യാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതിന് ആ ഒരു തലമുറയ്ക്ക്, ഒരു ജനറേഷന്റെ ഒരു അസറ്റ് കൈമാറ്റം ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ ഏർലി റിട്ടയർമെന്റ് ഏറ്റവും ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടറാണ് ഏർലി റിട്ടയർമെന്റ്. അതായത് ലൈഫ് ടൈം ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യുന്ന ജോലിയോടെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക, എന്താണ് എനിക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുക? എന്തായിരിക്കും ശരിക്കും ആ ജോലി തന്നെ ആൻസർ? എല്ലാ ജോലിയും നല്ല തന്നെയാണ്, എല്ലാ ജോലിക്കും അതിന്റെ വാല്യൂ ഉണ്ട്. പക്ഷെ ഒരു ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ന് വയ്യാണ്ടാവണോ അന്ന് വരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതിരുന്നാൽ പിന്നെ നമുക്കറിയാം വരുമാനം കിട്ടില്ല. ശരിയല്ല? ഇപ്പൊ നമുക്കറിയാം പിന്നെ ഗവൺമെന്റ് ജോലി ഒരു 55 അല്ലെങ്കിൽ 56 വയസ്സാകുമ്പോൾ റിട്ടയർ ആവും. റിട്ടയർ ആകുമ്പോൾ അവർ വിചാരിക്കും റിട്ടയർമെന്റ് ലൈഫൊക്കെ ആസ്വദിക്കാന്ന് വിചാരിക്കും. പക്ഷെ ഒരു 20-25 വയസ്സുള്ള ഒരാളുടെ എക്സൈറ്റ്മെന്റ് എനർജി ഒന്നും ഒരു 55-56 വയസ്സുള്ള ഒരാൾക്ക് ഉണ്ടാവില്ല. ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം ആ പ്രായത്തിന്റെ. കിട്ടിയ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കില്ല. നാലിലൊന്ന് മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ. ഇനി മുന്നോട്ട് പോകുമ്പോൾ പെൻഷൻ കിട്ടുമോ എന്നുള്ള കാര്യം കണ്ടറിയാം. അപ്പോൾ നമുക്കറിയാം ഏറ്റവും നല്ല ജോലി നമ്മൾ പറയുന്നത് ഗവൺമെന്റ് ജോലി ആയിട്ടും അത് അതിൽ നിന്ന് റിട്ടയർ ആയിട്ടും പിന്നെയും അവർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലൈഫ് സ്റ്റൈൽ മുകളിലേക്ക് ഉണ്ടാകും, ഒരിക്കലും താഴേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ മക്കൾ കെട്ടിച്ചിട്ട് ബാധ്യത ഉണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ വീട് വേണമെന്നുണ്ടാവും.
അതിന്റെ സാമ്പത്തിക ബാധ്യത വരുന്നുണ്ടാവില്ല. അപ്പൊ പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ ഈ ഓപ്പറേഷൻ പ്രത്യേകത സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു 4-5 വർഷം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് പഠിച്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. റിട്ടയർ ചെയ്താലും നമ്മുടെ വരുമാനം ഒരിക്കലും കുറയില്ല, കൂടല്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുപോലെ നല്ല ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. ഇത് മാത്രമല്ല, ഒരു വർഷത്തിൽ 3 വിദേശ യാത്ര. യാത്രകൾ ഇഷ്ടമല്ലാത്ത ആരുമില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട് ഇന്നത്തെ കാലത്ത്. ഏറ്റവും കൂടുതൽ ജനറേഷൻ ആണെങ്കിലും എല്ലാവരും യാത്രയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരാണ് എല്ലാവരും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വിദേശത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റും. ഒരു സാധാരണക്കാരൻ വിദേശത്തേക്ക് പോകുന്ന പ്രധാനമായിട്ട് 2 കാര്യത്തിനാണ്. നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ പഠിക്കാനായിട്ട്, ഇപ്പൊ കാനഡ, ലണ്ടൻ, ജർമ്മനിയൊക്കെ. രണ്ട്, ഒന്നല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി, ഇപ്പൊ ദുബായ്, സൗദി, കുവൈറ്റ്, ഖത്തർ. അല്ലെ, എൻജോയ് ചെയ്തിട്ടും വരാനും പറ്റും പറഞ്ഞ അധികം ആൾക്കാർ പോകാറില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഒരു വർഷത്തിൽ 3 വിദേശയാത്ര നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ പാസ്പോർട്ട് മാത്രം മതി. നിങ്ങൾക്ക് യാത്ര ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. ഇത് മാത്രമല്ല, ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. ഇത് മാത്രമല്ല, സ്വന്തമായിട്ടൊരു വീട് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ അത് നേടിയെടുക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. സ്വന്തമായിട്ടൊരു കാറ് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ അത് നേടിയെടുക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഒന്നാലോചിച്ച് നോക്കുക, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും നിങ്ങളൊരു ജോലി വരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ നമുക്ക് നല്ലൊരു ജോലി ഉണ്ട്, 1 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ കാർ വാങ്ങാനും വീട് വെക്കാനൊക്കെ ആ സാലറിയിൽ നിന്ന് തന്നെ പൈസ മാറ്റി വെക്കേണ്ടി വരും. പ്രത്യേകിച്ച് അതിന് വേറെ പൈസ തരില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഒറ്റ കുടക്കീഴിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ്. ഓക്കെ, വെസ്റ്റീജ് പച്ച മലയാളത്തിൽ കാൽപ്പാടുകൾ എന്നാണ് അർത്ഥം. നമുക്കറിയാം, ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരൊറ്റ ഷോർട്ട് കട്ട് ഉള്ളൂ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളെ ഫോളോ ചെയ്യുക. അതാണ് ഇതിന്റെ അർത്ഥം. വെസ്റ്റീജ് കമ്പനി 2004 ജൂൺ 2 ഡൽഹി ആസ്ഥാനമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. 2004 ജൂൺ 2 എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ജൂൺ 2 വരുമ്പോൾ, അടുത്ത മാസം ജൂൺ 2 വരുമ്പോൾ 21 വർഷം കംപ്ലീറ്റ് ചെയ്ത് 22ാം വർഷത്തിലേക്ക് എടുക്കുന്ന ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. ഡയറക്ട് സെല്ലിംഗ് പ്രൗഡായിട്ട് പറയാം. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 19 ഡയറക്ട് സെല്ലിംഗ് ഗവൺമെന്റ് ഒരു തൊഴിലായിട്ട് പ്രഖ്യാപിച്ചു. ഇന്നിപ്പോ MBAക്ക് പഠിക്കാനുള്ള ഒരു പോർഷനാണ് ഡയറക്ട് സെല്ലിംഗ്. ആ ഒരു മേഖലയിൽ, ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ലോകത്തിലെ 100 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൽ 38ാമത് സ്ഥാനത്തുള്ള കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് പ്രൗഡായിട്ട് പറയാം, ഗ്ലോബൽ റാങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു കമ്പനി ഉള്ളൂ, അത് നമ്മുടെ വെസ്റ്റീജ് ആണ്. ഏകദേശം ഒരു 3100 കോടി ടേൺ ഓവറുള്ള ഇന്ത്യയിലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇന്നിപ്പോ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് 9 രാജ്യങ്ങൾ, ദുബായ്, സൗദി, ബഹ്റൈൻ, ഒമാനൊക്കെ 9 രാജ്യങ്ങൾ നമുക്ക് കമ്പനിയുടെ പ്രസൻസ് ഉണ്ട്. ആ പിക്ചർ കാണിച്ചിരിക്കുകയാണ് നമ്മുടെ മാനേജ്മെന്റ്. സെൻട്രലിലേക്ക് മിസ്റ്റർ ഗൗതംബാലി ഏകദേശം 40 വർഷത്തെ ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഒരാൾ IT ഫീൽഡിലും ഒരാൾ മാർക്കറ്റ് ഫീൽഡിലും. ഇവർ 3 പേര് നടന്നിട്ടാണ് ഈ ബിസിനസിനെ റൺ ചെയ്യുന്നത്. നമ്മുടെ വെസ്റ്റീജ് കമ്പനി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവാർഡ്സും റെക്കഗ്നേഷനും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യ ബെസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 38th റാങ്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ള അവാർഡ് നമുക്ക് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. നാഷണൽ ബെസ്റ്റ് എംപ്ലോയി ബ്രാൻഡ് 2021 നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നെ റീസെന്റ് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഡയറക്ട് സെല്ലിംഗ് എന്ന അവാർഡും കൂടെ നമ്മുടെ വെസ്റ്റീജ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വെസ്റ്റീജ് കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. ഏകദേശം ഒരു 16 കാറ്റഗറിയിലായിട്ട് നമുക്ക് 450ഓളം ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. എല്ലാ പ്രൊഡക്റ്റിന്റെയും ഒരു ഡെപ്തിലേക്ക് പോകാൻ, ഡീറ്റെയിലേക്ക് പോകാൻ സമയമില്ല, ഞാൻ ഓടിച്ച് പറയാം. ഫസ്റ്റ് കാറ്റഗറി ഹെൽത്ത് കെയർ ആണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഗുഡ് ഹെൽത്ത്, ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഇതിന്റെ പ്രത്യേകത ഇപ്പൊ ഈ ബോട്ടിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത് മരുന്നാണോ ഗുളികയാണോ എന്ന് ചിന്തിക്കേണ്ട. ഇത് മരുന്നൊന്നുമല്ല, ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ്. ഫുഡിലൂടെ കിട്ടാത്ത പ്രോട്ടീനും മിനറൽസും നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് തന്നെയാണ്. നമുക്കറിയാം, പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധി രോഗങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പ്രായഭേദം തന്നെയാണ്. ഇന്ന് ജനിക്കുമ്പോൾ മുതൽ ഒരു കുഞ്ഞ് രോഗിയായിട്ടാണ് ജനിക്കുന്നത്. മനസ്സിലാകുക, ഈ ജീവിതശൈലി രോഗത്തിന്റെ പ്രത്യേകത അത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മാറില്ല എന്നുള്ളതാണ്. മാറ്റാനുള്ള മരുന്നുമില്ല, കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുള്ളൂ, പൂർണ്ണമായിട്ടും മാറ്റാനുള്ള മരുന്നില്ല. ഇപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ തൈറോയ്ഡ്, ജോയിന്റ് പെയിൻ, ക്യാൻസർ, ഇതിന്റെയൊക്കെ പ്രത്യേകത നമുക്കറിയാം. വന്നു കഴിഞ്ഞാൽ മാറില്ല, മാറ്റാനുള്ള മരുന്നില്ല, കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഓരോ മരുന്ന് കഴിക്കുമ്പോഴും വേറൊരു അസുഖത്തിന്റെ തുടക്കമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും മെഡിസിൻസ് അല്ല, ഫുഡിലൂടെ കിട്ടാത്ത പ്രോട്ടീൻ മെഡിസിൻ നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് തന്നെയാണ്. ആരോഗ്യം മോശമാകുമ്പോഴല്ല, ആരോഗ്യം മോശമാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. ഈ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം കഴിക്കേണ്ടത്. ഇപ്പൊ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച് നമ്മൾ കഴിച്ചു, ഇപ്പോഴത്തെ ഡിന്നർ നമ്മൾ കഴിച്ചു അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്നു. നമ്മൾ പ്രോട്ടീൻ്റെ വൈറ്റമിൻസ് ഉണ്ടോ നോക്കിയിട്ടല്ല കഴിക്കണം. നല്ല ഒരു
കറി ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന സ്വാദ്, നല്ല സ്വാദ് ഉണ്ടാവണം, വയറ് നിറയണം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പണ്ടുള്ള ആൾക്കാർ പട്ടിണി കിടന്നിട്ട് ഏറ്റവും കൂടുതൽ മരിക്കാറ്. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണം സംഭവിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ല ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജോയിന്റ് പെയിൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി, മുട്ടുവേന തേയ്മാനൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് പ്രൊഡക്റ്റ് ആണ്. ഒരു 2 മാസം കൊണ്ടൊക്കെ തന്നെ നല്ല റിസൾട്ട്, ഫ്ലൂയിഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ജോയിന്റ് പെയിൻസുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി ഉണ്ട്. ഒരു ഞണ്ടിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, ഗ്ലൂക്കോസമിൻ. അതുപോലെ തന്നെ ഗ്ലൈസമിക് ആയിട്ടുള്ള ഷുഗർ ഒക്കെ നോക്കുന്നത് കൺട്രോൾ ചെയ്യാൻ, ആരോഗ്യത്തിന്റെ സെൻസ് ആണ്. നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഇമ്മ്യൂണിറ്റി, നമുക്കറിയാം കോവിഡൊക്കെ പതുക്കെ തലവെക്കി തുടങ്ങി. കോവിഡ് വന്നിട്ടല്ല ആൾക്കാരെ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത്. കോവിഡ് വന്നിട്ട് പ്രതിരോധ ശേഷി ഇല്ലാത്തവർ, അല്ലെ, ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത്. അപ്പൊ നമ്മൾ ആ കോവിഡ് വന്ന സമയത്തേക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞാണ് വൈറ്റമിൻ സി കഴിക്കണം, സിങ്ക് കഴിക്കണം, അല്ലെ. വൈറ്റമിൻ സി ഇപ്പോൾ പുളിയുള്ള എല്ലാത്തിലും ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ള നെല്ലിക്കയിലാണ്. നമ്മുടെ നാടൻ നെല്ലിക്കയുടെ എക്സ്ട്രാക്ട് നമ്മുടെ കയ്യിൽ അമ്ല. അതുപോലെ അലോവേര, കറ്റാവാഴ എസൻസ് ഉണ്ട്, ദഹന സംബന്ധമായിട്ടുള്ള കാര്യത്തിന് എല്ലാം നല്ലതാണ്. സ്പൈറല, കടൽ പായലിന്റെ എക്സ്ട്രാക്ട് ആണ്. ഇതൊക്കെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട്. വെഷി പ്രൈം എക്സ്ട്രാ കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. ശരീരത്തിലെ വിഷാംശത്തെ ക്ലീൻ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ട്. കുറുക്കുമിൻ, നാടൻ മഞ്ഞളിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. ക്യാൻസർ സെല്ലിനെ വരെ കില്ല് ചെയ്യാൻ പവറുള്ള ഒന്നാണ് കുറുക്കുമിൻ, ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, പ്രോട്ടീൻ പൗഡർ, ഇത് ജിമ്മിൽ പോകുന്നവർ ഇങ്ങനെ വലിയ മസിൽ ഉണ്ടാവാൻ വേണ്ടി കഴിക്കുന്ന പ്രോട്ടീൻ പൗഡർ അല്ല, നാച്ചുറൽ പ്രോട്ടീൻ ആണ്. നമ്മൾ എത്ര കിലോ ഉണ്ട്, ഇപ്പൊ ഒരു 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ മിനിമം ഒരു 60 ഗ്രാം പ്രോട്ടീൻ ഇല്ലെങ്കിലും ഡെയിലി വേണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം ഫുഡ് കഴിച്ചാൽ അത്രയൊന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് സോയാബീൻ മിൽക്കിന്റെ എക്സ്ട്രാക്ട് ആണ്, ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ സ്ലിം ആവാൻ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. 90 ദിവസം കൊണ്ടൊക്കെ തന്നെ നല്ല റിസൾട്ട് എടുക്കാൻ പറ്റിയ, നല്ല രീതിയിൽ ഒരു സ്ലിമ്മിൽ ഒരു എന്താ പറയുക, ഓവർ 1 ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട്. വെസ്ലിൻ, കൊടംപുളിയുടെ എക്സ്ട്രാക്ട് ആണ്. അതുപോലെ തന്നെ ഫുഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വുമൺ ഹെൽത്ത് കാറ്റഗറി ശതാവരി കിഴങ്ങിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, അയൺ ഫോളിക് ഉണ്ട്, പച്ചച്ചീരയുടെ സെൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാറ്റഗറി എക്സ്ട്രാക്ട് ഉള്ള റേഞ്ചുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. പ്രോ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റേഞ്ച് എക്സ്ട്രാ കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണം റിപ്പോർട്ട് ആവുന്ന ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്, ശരിയല്ലേ. ഹാർട്ട് അറ്റാക്ക്, നമുക്കറിയാം ബ്ലോക്ക്. ഇപ്പൊ നമുക്കറിയാം നമുക്കൊരു ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർ വേറെ ബ്ലോക്ക് പണിയും, ശരിയല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ചണവിത്തിന്റെ എക്സ്ട്രാക്ട് ആണ്, നമ്മുടെ കൊളസ്ട്രോളെ ലയിപ്പിച്ച് ബ്ലഡിലെ പമ്പിങ് സ്മൂത്ത് ആക്കാനുള്ള പ്രൊഡക്റ്റ് ആണ്. റിക്വസ്റ്റ് ആണ്, ഇതൊന്നും വന്നിട്ടല്ല കഴിക്കണ്ടേ, ഇത് വരാതിരിക്കുക. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിന്റെ അടുത്ത് പറയണോ, ഡോക്ടറെ എനിക്ക് അസുഖം വരാതിരിക്കാൻ എന്തെങ്കിലും തരാൻ പറഞ്ഞാൽ തരില്ല, വന്നിട്ട് ചികിത്സിക്കാതിരിക്കുന്നതാണ്. അപ്പൊ ഈ സപ്ലിമെന്റ് യൂസ് ചെയ്ത ഏറ്റവും വലിയ പ്രാധാന്യം നമുക്ക് ഹോസ്പിറ്റലിലേക്കുള്ള പോക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ബാർഗെയിൻ ചെയ്യാം, പക്ഷെ ബാർഗെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം ഹോസ്പിറ്റലാണ്. അത് പാവപ്പെട്ടവരൊന്നും പണക്കാരനൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ല ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതുകൂടാതെ തന്നെ നമുക്ക് ആയുഷാന്റെ ആയുർവേദ കാറ്റഗറി ആയിട്ടുള്ള കിഡ്നി ഹെൽത്തിൽ, ലിവർ ഹെൽത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട്. ഹെൽത്ത് കൂടാനുള്ള കാപ്പിൾപ്പൊടി, ചായപ്പൊടി, എണ്ണ, തവിട് എണ്ണയുണ്ട്. പിള്ളേർക്ക് കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡർ ഉണ്ട്. വൈറ്റമിൻസിന്റെ കുറവ് നിർത്താൻ പറ്റിയ കാറ്റഗറി ഉണ്ട്. രണ്ടു തന്നെ ഇപ്പൊ പേസ്റ്റ്, മൗത്ത് വാഷ്, ബ്രഷ്, ആ ഒരു കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. പേഴ്സണൽ കെയർ ആയിട്ടുള്ള ഓൾ പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് മൂന്നാലെങ്കിൽ ഇപ്പൊ സോപ്പ്, പെർഫ്യൂം, ഹാൻഡ് വാഷ്, ബോഡി ലോഷൻ, ഷാമ്പു, ഹെയർ സ്പാ, ഹെയർ കണ്ടീഷണർ, പെർഫ്യൂംസ്, ആ കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് സൺസ്ക്രീൻ 40+ ഉണ്ട്. അതുപോലെ തന്നെ ഫേസ് സ്ക്രബുകൾ ഉണ്ട്. വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ, കാർബൺ ബൈക്കിന്റെ പൊല്യൂഷൻ കുറയാനും മൈലേജ് കൂടാനൊക്കെ ആയിട്ടുള്ള റേഞ്ച് കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. ഹൈ വേസ്റ്റ്, നമ്മുടെ വീട്ടിൽ ക്ലീനിങ് ആയിട്ടുള്ള തറവാണ്, തുണിയിലൊക്കെ ഡെയിലി ക്ലീനിങ് ആയിട്ടുള്ള ഓൾ റേഞ്ച് ഐറ്റംസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ കോസ്മെറ്റിക്സ് റേഞ്ച് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവാക്കുന്ന ഒരു മേഖല ആരോഗ്യമാണ് എന്നുണ്ടെങ്കിൽ രണ്ട് സംശയമില്ല, സൗന്ദര്യമാണ്. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് പണം ചെലവാക്കണം. അപ്പൊ നല്ല ഒരു കോസ്മെറ്റിക്സ് റേഞ്ച്, ഒരുപാട് റേഞ്ച് കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് കൂടാതെ അഗ്രികൾച്ചർ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി 10 ഗ്രോ ബാഗ് ഒക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം, നമുക്കറിയാം പച്ചക്കറിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിഷം വന്നത്. അപ്പൊ നല്ല ഒരു പച്ചക്കറി തോട്ടമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട്, ചെറിയ കൃഷിക്കും വലിയ കൃഷിക്കും മണ്ണിനോ മനുഷ്യോ ഒന്നും ദോഷമല്ലാത്ത രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റിയ അഗ്രികൾച്ചർ റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട്. ഷാർപ്പ് കമ്പനി, നമ്മുടെ കമ്പനിയായിട്ട് ടൈപ്പുള്ള വാട്ടർ പ്യൂരിഫയർ, ചെറിയ വാട്ടർ പ്യൂരിഫയർ, വലിയ വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയൊക്കെയാണ് വെസ്റ്റീന്റെ പ്രൊഡക്റ്റ്. കാര്യം, നമ്മൾ ഇത്രയും വലിയ കമ്പനിയാന്ന് പറഞ്ഞിട്ടും പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ഈ വെസ്റ്റീനെ കുറിച്ചും ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചും നമ്മൾ കേൾക്കണേ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റീ കമ്പനിയുടെ വിതരണ രീതിയിൽ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരു കൺസ്യൂമർ ആണ്. എക്സാമ്പിൾ, നമ്മളൊരു 100 കൊടുത്തിട്ട് ഒരു ഉൽപ്പന്നം നമ്മുടെ വീടിന്റെ അടുത്ത് കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ, ഒരു പേസ്റ്റ് നമ്മൾ 100 കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ, ആ പേസ്റ്റ് ആ കമ്പനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ വെറും 40 രൂപ മതി. പക്ഷെ നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്ന് ആ പേസ്റ്റ് വാങ്ങുന്നത് 100 കൊടുത്തിട്ടാണ്. നമുക്കറിയാം ഒരുപാട് ഇടനിലക്കാർ വഴി കൈമാറിയിട്ടാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള കടയിലേക്ക് ആ പേസ്റ്റ് വരുന്നത്. ഒരിക്കലും പേസ്റ്റ് തീർന്നു പോയി എൻ്റെ ഹെഡ് ഓഫീസിൽ പോയി നമ്മൾ വാങ്ങാറില്ല. തൊട്ടടുത്ത കട ഏതാണോ അവിടെ നിന്ന് വാങ്ങാം. അതാണ് നമ്മുടെ റീറ്റെയിൽ, നമുക്കറിയാം. അവർക്ക് വന്ന് കൊടുക്കുന്ന ഹോൾസെയിൽ ഉണ്ടെങ്കിൽ നെറ്റ്വർക്ക് പോയിട്ടാണ് നമ്മുടെയിലേക്ക് ഉൽപ്പന്നം തന്നെ, സംശയമില്ല. കടയിൽ ചെന്നിട്ട് നമ്മൾ ഒരിക്കലും ഒരു
പേസ്റ്റ് ആട്ടെ സോപ്പ് ആട്ടെ എന്നും നമ്മൾ പറയാറില്ല. എപ്പോഴും ഒരു ബ്രാൻഡ് നെയിം പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഉൽപ്പന്നങ്ങൾ വാങ്ങണം അല്ലെ. ഇപ്പൊ ഒരു പേസ്റ്റ് നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ കടക്കാരൻ ചോദിക്കും കോൾഗേറ്റ് ആണോ ക്ലോസപ്പ് ആണോ എന്ന് ചോദിക്കും, ശരിയല്ലേ. ഒരു മൊബൈൽ വാങ്ങാൻ നമ്മൾ മൊബൈലിടെ ചെന്നു, ഒരു മൊബൈൽ ഇങ്ങ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ തരില്ല. ഓപ്പോ വേണോ വിവോ വേണോ സാംസങ് വേണോ എന്ന് ചോദിക്കും. ആ ബ്രാൻഡ് നെയിം കിട്ടിയത്, ആ കമ്പനി പേര് കിട്ടിയത് പരസ്യം വഴിയിട്ടാണ്. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെന്ന് ജനങ്ങളായ നമ്മളെല്ലാവരും അറിയണ പരസ്യം വഴിയിട്ടാണ്. ടിവിയിലൂടെ, പത്രത്തിലൂടെ, മൊബൈൽ ഫോണിലൊക്കെ നമ്മുടെ പരസ്യം നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 100 രൂപ കൊടുത്തിട്ട് എന്ത് ഉൽപ്പന്നങ്ങൾ നമ്മളൊരു കടയിൽ പോയി വാങ്ങുമ്പോഴും 60% പൈസ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ വെസ്റ്റ് കമ്പനിയുടെ ഏറ്റവും വലിയ നമ്മുടെ വെസ്റ്റ് കമ്പനിക്ക് ഇവിടെ ഇടനിലക്കാരില്ല. അതായത് നമ്മുടെ വെസ്റ്റ് കമ്പനിയിൽ നിന്ന് നമ്മളൊരു 100 രൂപ കൊടുത്ത് ഉൽപ്പന്നം വാങ്ങിച്ചാൽ നമ്മുടെ വെസ്റ്റ് കമ്പനിക്കും ലാഭമൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ 40 രൂപ മതി, 40. പക്ഷെ ബാക്കി 60% ഇവിടെ വെസ്റ്റ് കമ്പനിക്ക് ഇടനിലക്കാരും പരസ്യങ്ങളും ഇല്ലാണ്ട് ഈ കമ്പനി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതാണ് കമ്പനി ടു കസ്റ്റമർ. ഇടക്കാരും ഇല്ല, പരസ്യവും ഇല്ല, കമ്പനി ടു കസ്റ്റമർ. ഇതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ഗവൺമെന്റ് ഒരു തൊഴിലായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു MBAക്ക് പഠിക്കാനുള്ള ഒരു പോർഷനാണ് ഇടനിലക്കാരും പരസ്യങ്ങളും ഇല്ലാതെ നേർ വിപണന രീതി. ഓക്കെ, ആ 60% പൈസ ഇവിടെ വെസ്റ്റ് ഈ കമ്പനി നമ്മളിലേക്ക് തിരിച്ചു വരും. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചറിവ് ഉണ്ടാവണം. കാരണം ഈ 60% പൈസ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ വരുമാനമല്ല. ഒരു റീറ്റെയിലും പോട്ടെ, ഹോൾസെയിലും പോട്ടെ, അതിന് മുകളിലുള്ള എല്ലാവരും ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു കമ്പനി നമുക്കറിയാം ഒരു പരസ്യത്തിന് കൊടുക്കുന്ന കോടികളാണ്. നമ്മുടെ സച്ചിനും വിരാട് കോഹ്ലിയൊക്കെ ക്രിക്കറ്റ് കളിച്ചുണ്ടാക്കാൻ കൂടുതൽ പൈസ ഉണ്ടാക്കണ പരസ്യത്തിൽ അഭിനയിച്ചിട്ടാണ്. ചിന്തിച്ചാൽ മതി, കടയിൽ നിന്ന് ഒരു സോപ്പും പേസ്റ്റും വാങ്ങുമ്പോൾ ആരൊക്കെ കാറ് വാങ്ങണോ, ആരൊക്കെ വീട് വെക്കണോ, ആരൊക്കെ യാത്ര പോകണോ ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയ വരുമാനമല്ല, ഹ്യൂജ് വരുമാനമാണ്. ആ 60% പൈസ വെസ്റ്റ് കമ്പനി നമ്മളിലേക്ക് തരാൻ തയ്യാറാണ്. നമ്മൾ എന്താ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു വരുമാനം, ഈ ഞാൻ ആദ്യം പറഞ്ഞ ഇടനിലക്കാർക്കും പരസ്യം കൊടുക്കുന്ന ആ ഹ്യൂജ് 60% വരുമാനം ഒരു വരുമാനമായിട്ടല്ല വെസ്റ്റ് കമ്പനി നമ്മളിലേക്ക് തന്നെ 9 ടൈപ്പ് വരുമാനങ്ങളായിട്ടാണ് നമ്മളിലേക്ക് എന്ത് തന്നെ വെസ്റ്റ് കമ്പനി തിരിച്ചു തന്നെ. അല്ല, ഒന്നാമത്തെ വരുമാനമാണ് സേവിങ് ഓൺ കൺസംഷൻ എന്ന് പറയും. 10 മുതൽ 20% വരെ ഒരു കസ്റ്റമറായിട്ട് എന്നുള്ള ബെനിഫിറ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് നോക്കാം. നമ്മളിപ്പോ പല പല ഷോപ്പിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങാറുണ്ട്. ചിലപ്പോൾ റിലയൻസ് സൂപ്പർ മാർക്കറ്റ് പല ഷോപ്പിൽ നിന്ന് വാങ്ങാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ സാധാരണ നമുക്കറിയാൻ പറ്റും ഒരു ഡിസ്കൗണ്ട് കാർഡ്, ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്കൗണ്ട് കാർഡ് കിട്ടും. ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി സ്ഥിരമായിട്ട് വാങ്ങണം. അതുപോലെ നിങ്ങളുടെ ഒരു വോട്ടർ ഐഡിയോ ആധാറോ ലൈസൻസോ ഒന്ന് ഇവിടെ വെസ്റ്റേജ് കമ്പനിയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്കൗണ്ട് കാർഡിന് പകരം നമുക്കൊരു വെസ്റ്റേജ് ഡിസ്കൗണ്ട് ID നമ്പർ നമുക്ക് ഫ്രീ ആയിട്ട് വെസ്റ്റേജ് കമ്പനി തരും. ആ ID നമ്പർ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഏത് കടയിൽ നിന്നാണോ നിങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണേ, ആ കട മാറി വെസ്റ്റേജ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളും MRP നിന്ന് 10 മുതൽ 20% വരെ ഡിസ്കൗണ്ട് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ കട മാറി വാങ്ങിച്ചാലും കമ്പനി മാറി വാങ്ങിച്ചാലും MRP കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങണം, ആരും നമുക്ക് ഡിസ്കൗണ്ട് തരാറില്ല. പക്ഷെ ഇവിടെ ഒന്നാമത്തെ ബെനിഫിറ്റ് ആണ് 10 മുതൽ 20% വരെ ഡിസ്കൗണ്ട് നമുക്ക് ലൈഫ് ടൈം കിട്ടും. അടുത്താണ് 10% പ്രൊഡക്റ്റ് റീപർച്ചേസ് ഓഫർ അപ് ടു 10% പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്കറിയാം ഈ സോപ്പ് ബേസ്ഡ് ചായപ്പൊടി ഈ നിത്യം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ തീർന്നു പോകുന്ന സാധനങ്ങളാണ്. റീപർച്ചേസ് എല്ലാ മാസം വേണ്ട സാധനങ്ങളാണ്. നമ്മൾ സാധാരണ തിരുമ്പ കടയിൽ നിന്ന് വാങ്ങാറുണ്ട്. പക്ഷെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആരും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് തരാറില്ല. പക്ഷെ ഇവിടെ റീപർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എമൗണ്ടിന്റെ 10% പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഉദാഹരണത്തിന് 3000 സാധനങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 300 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 10% പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അടുത്താണ് ക്യാഷ് ബാക്ക് ഓഫർ, 5 മുതൽ 16% വരെ. മനസ്സിലാക്കുക, നമ്മൾ വർഷങ്ങളായിട്ട് വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങാറില്ല, ലക്ഷക്കണക്കിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരും തന്നിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ബാങ്ക് വെരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എന്ത് ഉൽപ്പന്നം വാങ്ങിച്ചാലും ചെറിയ ക്യാഷ് ബാക്ക് എന്ത് ചെയ്യണ്ടാവും, എല്ലാ മാസം 10-ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ക്യാഷ് ബാക്ക് സബ്സിഡി പോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് സോപ്പ് വാങ്ങിച്ചാലും ബേസ്റ്റ് വാങ്ങിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെറിയ ക്യാഷ് ബാക്ക് തരുന്നുണ്ടാവും. അടുത്താണ് മണി ബാക്ക് ഗ്യാരണ്ടി. നമ്മളിപ്പോൾ വെസ്റ്റിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക. നമുക്കറിയാം ഒരു കടയിലാണെങ്കിൽ പൊട്ടിച്ച സാധനം നമുക്ക് തിരിച്ചു കൊടുത്താൽ കടക്കാരൻ അല്ലെങ്കിൽ കമ്പനിക്കാരൻ എടുക്കില്ല, കളയാനേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ വെസ്റ്റിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചു, ഒരു 30 ദിവസമുള്ള ബില്ല് സഹിതം തിരിച്ചു കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് കട്ട് ചെയ്ത് കംപ്ലീറ്റ് പൈസയും ഇവിടെ വെസ്റ്റ് കമ്പനി നമ്മളിലേക്ക് തന്നെ റീഫണ്ട് ചെയ്ത് തരും. അടുത്തൊരു ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ. നമ്മുടെ വീട്ടിൽ ഒരു 50% ചെലവ് കുറയ്ക്കാൻ പറ്റിയ ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ. നമുക്കറിയാം ഓരോ മാസം ഓരോ വീട്ടിലെ ഓരോ ചെലവായിരിക്കാം. ചെലവ് എന്തായാലും കൂടുതലല്ലാണ്ട് ഒരു വീട്ടിലും ചെലവ് കുറയാനില്ല, ശരിയല്ലേ. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഷോപ്പ് ഉണ്ട്. പക്ഷെ ഒരു ഓണോ വിഷോ ക്രിസ്മസോ പെരുന്നാളൊന്നും വരുമ്പോൾ ആരും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓഫറും ഗിഫ്റ്റോ കാര്യങ്ങളോ ഫ്രീ നമുക്കൊന്നും തരാറില്ല. പക്ഷെ ഇവിടെ നമ്മുടെ കട മാറി, ഇത് പാക്കേജ് കിട്ടുമെന്നല്ല. ഇപ്പൊ നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്നാണോ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങണേ, ആ ഷോപ്പ് മാറി വെസ്റ്റീജിൽ നിന്ന് ഈ പാക്കേജ് കിറ്റല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3000 രൂപ സാധനങ്ങൾ, ഇഷ്ടമുള്ള 3000 രൂപ സാധനങ്ങൾ 4 മാസം നമ്മൾ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാൽ 5-ാമത്തെ മാസം നമുക്ക് MRP 3000 രൂപ സാധനങ്ങൾ ഇവിടെ വെസ്റ്റീജ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരും.
ഈ ഫ്രീ ആയിട്ട് തന്നെ കമ്പനി തന്നെ കിറ്റോ കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള 3000 സാധനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് വാങ്ങാം. ഞാൻ പറഞ്ഞു 450 പ്രൊഡക്റ്റ് ഉണ്ട്, അത് 450 പ്രൊഡക്റ്റ് ഉണ്ട്, അതിൽ 3000 ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് വാങ്ങാം. അതായത് ഒരു കസ്റ്റമറായിട്ട് നിന്നാൽ തന്നെ 50% ചിലവ് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലെ കുറയ്ക്കാം. അതായത് 3000 വെച്ച് 4 മാസം പറയുമ്പോൾ നമ്മൾ 12,000 രൂപ ആണ് നമ്മുടെ ചെലവെങ്കിൽ 6,000 രൂപ തന്നെ ഫ്രീ പ്രൊഡക്റ്റ് ആണ് ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഒരു സോപ്പിന് 50 രൂപയാണെങ്കിൽ ഈ ഓഫർ എല്ലാം യൂസ് ചെയ്ത് 25 രൂപയാണ് വാല്യൂ വന്നുള്ളൂ. അതാണ് 50% ഡിസ്കൗണ്ട് എന്ന് പറയാൻ കാരണം. ഇത് 4 മാസം വാങ്ങിച്ചാൽ 5-ാമത്തെ മാസം ഫ്രീ കിട്ടും. കടയിൽ നിന്ന് 40 കൊല്ലം വാങ്ങിച്ചാലും നമുക്കറിയാം ഒരു തീപ്പെട്ടിക്കൊള്ളില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് തരില്ല. പക്ഷെ കസ്റ്റമറായിട്ട് നിന്നാൽ തന്നെ ഇത്തരം ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ചെയ്യുന്ന ഓഫീസിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സെയിം പ്രൊഡക്റ്റ് ആണ് നമുക്ക് 9 രാജ്യങ്ങളിലും കിട്ടുന്നത്. ഇതെല്ലാം എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം, ഇത്രയും ഓഫറും ഡിസ്കൗണ്ടും നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഏതെങ്കിലും കമ്പനി തന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു പോകുക. അപ്പൊ ഒരു കസ്റ്റമറായിട്ട് നിന്നാൽ തന്നെ ഇത്തരം ബെനിഫിറ്റ് നമുക്ക് വെസ്റ്റ് കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ഇനി വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നിടത്ത് ഒറ്റയ്ക്കല്ല, കസ്റ്റമറായിട്ട് രണ്ട് കാര്യം അറിഞ്ഞാൽ നല്ല സാധനമാണ്, ഡിസ്കൗണ്ട് ഉണ്ടോ. വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നിടത്ത് നമുക്ക് ഒറ്റയ്ക്കല്ല, അവിടെ നമുക്ക് സ്പോൺസേർഡ് ആണുണ്ടാവും. നമുക്കറിയാം ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണം, പരിചയപ്പെടുത്താൻ വേണം. അത് നിങ്ങൾ ആരാണോ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്ത് അവരായിരിക്കും നിങ്ങളുടെ സ്പോൺസർ. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്ന ആളല്ല നമുക്ക് ഉൽപ്പന്നം തന്നെ, നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം നമ്മുടെ പേരിൽ ബില്ലടിച്ച് പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ വെസ്റ്റ് കമ്പനിയാണ്. ഇതെങ്ങനെ ബിസിനസ് ആയിട്ട് ചെയ്യണം എന്ന് നമുക്കറിയില്ല, കാരണം നമുക്ക് വേറെ ബിസിനസ് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ സഹായിക്കാനാണ് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വിന്നിൻ ടീം എന്ന് പറഞ്ഞ ഒരു പവർഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നമുക്കിവിടെ ബാക്കപ്പ് ചെയ്യാനുണ്ട്. ഈ 3 പേരെ സഹായത്താലാണ് നമ്മളൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. ഒന്ന് ആലോചിക്കുക, ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് എന്നെ കൊണ്ട് പറ്റുമോ എങ്ങനെയാന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ നമുക്ക് ഉണ്ടാവണം. പക്ഷെ ഈ 3 പേര് സഹായിക്കാനുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് തെറ്റിപ്പോവില്ല. കാരണം എന്താ, ഈ 3 പേര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. ഓക്കെ, നമ്മുടെ കമ്പനി ഇന്ത്യക്ക് പുറത്തുണ്ട്, ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു 9 രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓരോ രാജ്യത്തെ കറൻസി ഒരുപോലെയല്ല, ഡിഫറെന്റ് ആണ്. ഇവിടെ നമ്മുടെ വെസ്റ്റ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോയിന്റ് വാല്യൂ എന്ന് പറയും. വെച്ചാൽ ഒരു പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 രൂപയുടെ പർച്ചേസ് ആണ്. ഇപ്പൊ നമ്മൾ വെസ്റ്റിൽ ഒരു ഡിസ്കൗണ്ട് ഐഡി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു 30 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മുടെ പേരിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് നമ്മുടെ പേരിൽ ബില്ല് അടിച്ചിട്ടുണ്ടാവും. അതിന്റെ 5% ക്യാഷ് ബാക്ക് നമ്മളിലേക്ക് തിരിച്ചു തരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു, എന്ത് ഉൽപ്പന്നം വാങ്ങുമ്പോൾ ചെറിയൊരു സബ്സിഡി ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടാവും. അതായത് ഒരു 30 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും 5% ക്യാഷ് ബാക്കിന് അർഹനാണ് നമ്മളെല്ലാവരും. ഇത് 600 പോയിന്റ് ആയി കഴിയുമ്പോൾ 18,000 രൂപയുടെ ബിസിനസ് ആയി കഴിയുമ്പോൾ 8% ക്യാഷ് ബാക്കും ഈ വെസ്റ്റ് കമ്പനി നമ്മളിലേക്ക് തിരിച്ചു തരും. ഇതെന്നാണോ 2,400 പോയിന്റ് ആവണേ, 72,000 രൂപയുടെ ബിസിനസ്, ഓക്കെ, ഒരു കണക്ക് പറയുകയാണെങ്കിൽ 72,000 ബിസിനസ് എന്നാണ് ആവണേ, അന്നൊരു 12% ക്യാഷ് ബാക്ക് നമ്മളിലേക്ക് തിരിച്ചു തരും. ഇതെന്നാണോ 5,500 PV കംപ്ലീറ്റ് ചെയ്യണേ, അതായത് 1,65,000 ബിസിനസ് എന്നാണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണേ, അന്ന് നമുക്കൊരു 16% ക്യാഷ് ബാക്കും ഇവിടെ വെസ്റ്റ് കമ്പനി നമ്മളിലേക്ക് തന്നെ തിരിച്ചു തരും. ഓക്കെ, ഇതിൽ റോക്കറ്റ് സയൻസോ കാര്യങ്ങളൊന്നുമില്ല, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ. ഇതിലൊരു 5,500 പോയിന്റ് ആകുമ്പോഴാണ്, അതായത് ഒരു 16% ആകുമ്പോഴാണ് വെസ്റ്റ് കമ്പനി നമുക്കൊരു ഫസ്റ്റ് ലെവൽ ഓഫ് റെക്കഗ്നേഷൻ തരും. അതിന്റെ പേര് ബ്രോൺസ് ഡയറക്ടർ എന്നാണ്. നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ജോലിക്കൊപ്പം ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോലും ഒരു 2-3 മാസം കൊണ്ടോ മിനിമം ഒരു 10,000 മുതൽ 15,000 രൂപ എടുത്തൊരു എല്ലാ മാസം നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് ഒരു വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ് ബ്രോൺസ് ഡയറക്ടർ. വരുമാനം ഒരിക്കലും ഫിക്സഡ് അല്ല, നമ്മൾ കൊടുക്കുന്ന ടേൺ ഓവർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. 10,000, 20,000, 25,000 ഒക്കെ വരുമാനം വാങ്ങുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. മിനിമം നമുക്കൊരു 10,000 മുതൽ 15,000 രൂപ എല്ലാ മാസം ജോലിക്ക് ഒരു അഡീഷണൽ വരുമാനം ചെയ്യാൻ പറ്റും. ഈ 5,500 പോയിന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ബ്രോൺസ് ഡയറക്ടറിൽ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1 മാസം കൊണ്ട് വേണമെന്നോ 2 മാസം കൊണ്ട് വേണമെന്നോ ഒന്നുമില്ല. എക്സാമ്പിൾ നമ്മളൊരു 600 പോയിന്റ് ആയെന്ന് വരിക, പിന്നെ പ്രൊഡക്റ്റ് വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും തിരക്കായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഉൽപ്പന്നം വാങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്താലും 601 തൊട്ടേ തുടങ്ങുള്ളൂ. ചെയ്ത് വെച്ച 600 പോയിന്റ് എന്ത് ചെയ്യില്ല, പോവില്ല. കാരണം നമ്മൾ എവിടെ നിർത്തിയോ ആ നിർത്തിയോടെ തന്നെ തുടങ്ങാം. കാരണം ഇത് ക്യുമുലേറ്റീവ് പ്ലാൻ ആണ്. വെസ്റ്റിന്റെ പ്ലാന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ്, ക്യുമുലേറ്റീവ്. നമ്മൾ ചെയ്ത് വെച്ചൊരിക്കലും വേസ്റ്റ് ആയി പോണില്ല. നമ്മൾ അവിടെ നിർത്തിയോടെ തന്നെ തുടങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നാലും ഈ PV കൂടി 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 ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, 1,000, 600, 2,400, ഓട്ടോമാറ്റിക് ആയിട്ട് 5,500 പോയിന്റ് ആവും. നല്ല 1,65,000 ബിസിനസ്. നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ലക്ഷക്കണക്കിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. 1,65,000 സാധനങ്ങളല്ലല്ലോ വാങ്ങിച്ചിട്ടുള്ളൂ. അത് പണ്ടേ വെസ്റ്റിൽ നമ്മൾ വാങ്ങുമായിരുന്നെങ്കിൽ പണ്ടേ നമുക്ക് വരുമാനത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. ഒരു 5, 8, 12 നമുക്ക് ഒരു കമ്മീഷൻ ബേസ് ഞാൻ പറഞ്ഞ പോലെ അതാത് മാസത്തെ ഒരു PVനെ കാൽക്കുലേറ്റ് ചെയ്ത് ചെറിയ ചെറിയ ക്യാഷ് ബാക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. രജിസ്റ്റേർഡ് ആയിട്ട് നമുക്കൊരു വരുമാനം കിട്ടുന്ന ഒരു ലെവലാണ് 5,500 പോയിന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ബ്രോൺസ് ചാപ്റ്റർ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കമ്പനി ഒരു 2 കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മുടെ കട മാറി നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വെസ്റ്റീജിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. ഇഷ്ടപ്പെട്ടില്ല നമുക്ക് തിരിച്ചുകൊണ്ടേ കൊടുക്കാം. ഒന്നല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉൽപ്പന്നമായിട്ടോ നമുക്ക് വാങ്ങാം. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് വിലക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വരുമാനം കമ്പനി
നമ്മളിലേക്ക് തരാൻ തയ്യാറാണ്. ഷെയർ ചെയ്യാൻ ഒരിക്കലും മനസ്സിലാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ നമ്മൾ എന്ത് നല്ല കാര്യം കണ്ടാലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നല്ല ഡ്രസ്സ് വാങ്ങിച്ചാൽ പറയാറുണ്ട്, ഫുഡ് കഴിച്ചാൽ പറയാറുണ്ട്, നല്ല ഒരു ഹോസ്പിറ്റലിൽ പോയി നല്ല ഡോക്ടറിനെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് നല്ല കാര്യം കണ്ടാലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വരെ നമുക്കൊരു ബെനിഫിറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. അറിഞ്ഞു പറയാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അതൊന്ന് ഷെയർ ചെയ്യാൻ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വരുമാനം കമ്പനി നമ്മളിലേക്ക് തരാൻ തയ്യാറാണ്. പ്രധാനമായിട്ട് ഇന്നത്തെ കാലത്ത് രണ്ട് രീതി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ നമുക്കറിയാം ക്വാളിറ്റി. പണ്ട് ആൾക്കാർ എക്സ്പയറി ഡേറ്റ് പോലും നോക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ക്വാളിറ്റിയാണ്. പ്രധാനമായിട്ട് കോഡിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ക്വാളിറ്റിയാണ്. രണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. ഇപ്പൊ ജോലിക്കൊപ്പം ഒരു അഡീഷണൽ വരുമാനം വേണമെന്ന് വെച്ചാൽ ആരും വേണ്ടാന്ന് പറയില്ല. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റും. ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ആഗ്രഹിക്കുന്ന, മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടുള്ള, എക്സാമ്പിൾ ഒരു 6 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വരുമാനം എത്തിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു 5500 പോയിന്റിൽ നമ്മളൊരു ബ്രൗൺ ഷെൽട്ടറായി നമ്മളൊരു 10,000 വരുമാനം എത്തും പോലെ നമ്മുടെ കൂടെ വന്ന ഒരാൾ, നമ്മുടെ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ് ആയിരിക്കാം, ഒരാള് അവരും എന്തെങ്കിലും 5500 പോയിന്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരും വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരും എന്താവും, 5500 പോയിന്റ് ആവും. പക്ഷെ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും. അതിന്റെ പേര് സിൽവർ ഡയറക്ടർ എന്നാണ്. ഒരു 25,000 മുതൽ 30,000 രൂപ അടുത്ത് വരെ വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ് സിൽവർ ഡയറക്ടർ. എക്സ്ട്രാ ഒരു ഫണ്ട് ഉണ്ട്, ട്രാവൽ ഫണ്ട്. ഒരു വർഷത്തിൽ 2 ഏഷ്യൻ ട്രിപ്പിന് നമുക്ക് ഫാമിലി അടക്കം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയ പൊസിഷനാണ് സിൽവർ ഡയറക്ടർ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കൂടെ തന്നെ ഒരാൾക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റണേ. നമ്മുടെ കൂടെ തന്നെ 2 പേര്, ഓക്കെ, 2 ഫാമിലി 5500 പോയിന്റിൽ ബ്രൗൺ ഷെൽട്ടർ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേര് ഗോൾഡ് ഡയറക്ടർ എന്നാണ്. നമുക്ക് ഏകദേശം ഒരു 30,000 മുതൽ ഒരു 50,000 അടുത്ത് വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്. ഇത് 3 പേരാണെങ്കിൽ, 3 പേര് നമ്മുടെ കൂടെ വന്ന ഒരു 3 പേര് 5500 പോയിന്റിൽ ബ്രോൺ ഷെൽട്ടർ ആയി ആ 3 പേര് ഒരു 10,000 രൂപ വരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പേര് സ്റ്റാർ ഡയറക്ടർ എന്നാണ്. ഒരു 40,000 മുതൽ ഒരു 60,000 70,000 രൂപ അടുത്തൊരു വരുമാനം എയിം ചെയ്യാൻ പറ്റിയ പൊസിഷനാണ് സ്റ്റാർ ഡയറക്ടർ. എക്സ്ട്രാ ഒരു ഫണ്ടും കൂടെ ഉണ്ട്. വരുമാനം മാത്രമല്ല, കാർ ഫണ്ട്. സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങാൻ വേണ്ടി 80,000 രൂപ കമ്പനി എല്ലാ മാസം നമുക്ക് തരുന്ന പൊസിഷനാണ് സ്റ്റാർ ഡയറക്ടർ. ഒറ്റയടിക്ക് 50,000 രൂപ അല്ല, ചിലപ്പോൾ 5,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ബിസിനസ്സിന് ആനുപാതികമായിട്ട് 80,000 രൂപ കമ്പനി എല്ലാ മാസം നമുക്ക് കാർ വാങ്ങാനായിട്ട് തരും. ഇങ്ങനെ 4 പേര് നമ്മൾ വഴി, ഒരു 4 പേര് 5500 പോയിന്റിലെ ബ്രോൺ ഷെൽട്ടറായി വരുമാനം എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പറയുന്ന പേര് ഡയമണ്ട് ഡയറക്ടർ എന്നാണ്. 1,00,000 രൂപ അടുത്ത് വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്. മാത്രമല്ല, സിൽവർ ആയിരിക്കുമ്പോൾ 2 ഏഷ്യൻ ട്രിപ്പ് ആണെങ്കിൽ, ഡയമണ്ട് ആയിരിക്കും യൂറോപ്യൻ ട്രിപ്പോടെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഒരു വർഷത്തിൽ 3 വിദേശയാത്ര നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പോകാൻ പറ്റിയ പൊസിഷനാണ്. ഇങ്ങനെ അവസാനത്തെ ഒരു 6 ഫാമിലി, നമ്മൾ ഒരു 6 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ നമ്മളെ പറഞ്ഞ പേര് ക്രൗൺ ഡയറക്ടർ എന്നാണ്. ഒരു 6 പേര് 5500 പോയിന്റിൽ ബ്രോൺ ഷെൽട്ടർ ആയി കഴിഞ്ഞാൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. ഒരു 1,50,000 രൂപ വരുമാനം കിട്ടുന്ന മാത്രമല്ല, അടുത്തൊരു ഫണ്ട് ഉണ്ട്, ഹൗസ് ഫണ്ട്. സ്വന്തമായിട്ട് വീട് വെക്കാൻ വേണ്ടി 1,00,000 രൂപ കമ്പനി എല്ലാ മാസം തരും സ്വന്തമായിട്ട് വീട് വെക്കാൻ. അതും ഒറ്റയ്ക്ക് 1,00,000 രൂപ അല്ല, അതിനിപ്പോൾ 5,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ബിസിനസ് ആനുപാതികമായിട്ട് 1,00,000 രൂപ കമ്പനി എല്ലാ മാസം തരും. ഇനി വരുമാനം വേണമെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഒരു 8 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. ഒരു 2,5-3 ലക്ഷം രൂപ അടുത്ത് വരുമാനം കിട്ടുന്ന പൊസിഷനാണ്. ഇപ്പൊ എന്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് അടുത്തൊരു വരുമാനം ഉണ്ട്, എലൈറ്റ് ക്ലബ് ബോണസ് 2%. റോയൽറ്റി ഇൻകം ആണ്. 20,00,000 രൂപ വാങ്ങിച്ചെടുക്കാൻ പറ്റിയ വരുമാനമാണ്. ഇനി വരുമാനം വേണമെങ്കിൽ ഒരു 12 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. 5,00,000 രൂപ വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്. ഇനിയും വരുമാനം വേണമെങ്കിൽ വെസ്റ്റിന്റെ ഹയസ്റ്റ് പൊസിഷനാണ്. ഒരു 16 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഇങ്ങനെയുള്ളവരാണ് 1,18,00,000 രൂപയും 75,00,000 രൂപയും 36,00,000 രൂപയും 10,00,000 രൂപയ്ക്ക് മന്ത്ലി വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളെ ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒന്നിനൊരു പരിധിയില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ ബിസിനസ്സിലും ഒരാളെ തകർത്താലാണ് ഒരാൾക്ക് വളർച്ചയുള്ളെങ്കിൽ, ഇവിടെ നമ്മുടെ കൂടെ വന്നവർക്ക് വരുമാനം എത്തിച്ചു കൊടുത്തോണ്ടാണ് നമുക്ക് വളരാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരിക്കലും കുറെ ആളുകളെ ചേർത്ത് തലയിണിട്ടല്ല വരുമാനം, ടേൺ ഓവറിന്റെ വരുമാനം. ഈ ലോകത്ത് ഏതൊരു ബിസിനസിന്റെ നിലനിൽപ്പ് എന്താണെന്ന് വെച്ചാൽ ടേൺ ഓവർ ആണ്. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു ഹോസ്പിറ്റൽ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പേഷ്യന്റ് അവിടെ ചെല്ലുന്നു എന്നുള്ളതാണ്. ഒരു കസ്റ്റമർ പേഷ്യന്റ് ആണ്. ഒരു ഹോട്ടൽ ലാഭം എത്രത്തോളം ആൾക്കാർ അവിടെ ഡെയിലി ഭക്ഷണം കഴിക്കാൻ വന്നു എന്നുള്ളതാണ്. അവരെ കസ്റ്റമർ ഫുഡ് കഴിക്കാൻ വന്നവരാണ്. അപ്പൊ ഇപ്പൊ ഒരു ബാങ്കിന്റെ പ്രോഫിറ്റ് അക്കൗണ്ട് എടുക്കുന്ന ആളുടെ എണ്ണം കൂടുമ്പോഴും ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ്. അപ്പൊ എവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ വേണം. പക്ഷെ അതെല്ലാം അറിയിക്കുക ഇടനിലക്കാരും പരസ്യങ്ങളും ഉണ്ട് ജനങ്ങളെ അറിയിക്കാം. പക്ഷെ നമ്മുടെ വെസ്റ്റ് കമ്പനിക്ക് ഇടനിലക്കാരും പരസ്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഈ കാർ ഫണ്ടും ഹൗസ് ഫണ്ടും ടാൽ ഫണ്ടൊക്കെ നമ്മളിലേക്ക് ഈ വെസ്റ്റ് കമ്പനിക്ക് തരാൻ പറ്റണം. വേറെ ഒരു റോക്കറ്റ് സയൻസും നമുക്ക് ഇവിടെ ഇല്ല. ഒരു വർഷത്തിൽ ഈ പറഞ്ഞ 3 വിദേശയാത്രയുണ്ട്. ഏകദേശം 10,000 കൂടുതൽ ആൾക്കാർ കാർ ഫണ്ട് വഴി കാർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ സ്വപ്നം വീട് വെച്ചിട്ടുണ്ട്. ഇനി വരാൻ പോണ റവല്യൂഷൻ ആണ്, ഒന്ന് ഡയറക്ട് സെല്ലിംഗ്. ഞാൻ പറഞ്ഞല്ല, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. 2 വെൽനസ്. ഇനി വരാൻ പോണ റവല്യൂഷൻ ആണ് വെൽനസ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തെ പറ്റി ആളുകൾ ബോധേടായി തുടങ്ങി. അടുത്ത ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വളർന്നു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മൾ തന്നെ ബാങ്കിൽ പോയിട്ട് എത്ര നാളായി, ശരിയല്ല?
ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. ഗൂഗിൾ പേ സ്വന്തമായിട്ട് ബാങ്ക് പോലും ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ ഹോട്ടലോ കിച്ചണോ ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. യൂബർ ഓലെ സ്വന്തമായിട്ട് ടാക്സി ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. ആമസോൺ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. യൂട്യൂബിന് സ്വന്തമായിട്ട് വീഡിയോ ഇല്ല, അവര് സക്സസ്ഫുൾ ആണ്. ഫേസ്ബുക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ല, പക്ഷെ ഇന്ന് ലോകം ഭരിക്കുന്നവര് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവുള്ളൂ. നമ്മുടെ വെസ്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ വളർച്ച പ്രാപിക്കാൻ പോകുന്ന 3 മേഖലയും ഒരുമിച്ചുള്ള കമ്പനിയാണ് നമ്മുടെ വെസ്റ്റ്. നമ്മുടെ വെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഹെൽത്ത് കെയർ ഉൽപ്പന്നം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ ഉണ്ട്. ഏതൊരു സാധാരണക്കാരനും പർച്ചേസ് പാറ്റേൺ മാറ്റുന്നതിലൂടെ ലൈഫിൽ തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നമുക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യാനില്ല. എന്തായാലും വീട്ടിലേക്ക് സാധനങ്ങൾ ജീവിതകാലം മൊത്തം ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് ഏതെങ്കിലും വിലയ്ക്ക് ഏതെങ്കിലും കമ്പനിയുടെ നമ്മൾ വാങ്ങിച്ചു ഉപയോഗിക്കണം. ആ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒറ്റയ്ക്ക് ചെയ്യേണ്ട, അവിടെ ബാക്കപ്പ് ചെയ്യാനായിട്ട് വലിയ സപ്പോർട്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ലൈഫിൽ മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യക്ക് കിട്ടാവുന്ന വെച്ചുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ എല്ലാവർക്കും നല്ല ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കട്ടെ, എല്ലാവർക്കും വിജയിക്കാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ശ്രീരാജ് സാർ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി, ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്ന ശ്രീരാജ് സാറിനുള്ള നന്ദി നമുക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രൊജക്റ്റ് നമ്മൾ ജീവിതം മാറ്റിമറിച്ച് പുതിയൊരു നല്ല നാളെ ഉണ്ടാക്കി തീർക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ടും വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു ശ്രീരാജ് സാർ. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു, ഈ പ്രൊജക്റ്റിലൂടെ വിജയത്തിന്റെ ഉന്നതിയിൽ എത്തിയിരിക്കുന്ന വിജയിച്ച 9 തരത്തിലുള്ള വരുമാനങ്ങളും വാങ്ങുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത്. നമ്മളുടെ ഈ പ്രൊജക്റ്റിൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനിൽ എത്തി നിൽക്കുന്ന എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്ന നമ്മളുടെ വിമൽ സാറാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ അപ്ലൈൻ കൂടിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ, അഭിമാനത്തോടെ, ബഹുമാനത്തോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഏവർക്കും ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. വെൽക്കം വിമൽ സാർ. താങ്ക് യു സുധിമാഷ്. കൺഗ്രാറ്റുലേഷൻസ് വിരാഗ്. എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ, ഇത്രയ്ക്ക് ഷോർട്ടസ്റ്റ് ടൈമിനുള്ളിൽ ക്രിസ്റ്റലായിട്ട് പറഞ്ഞ ശ്രീരാഗിന് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. ഒരുപക്ഷെ ആലോചിച്ച് നോക്കേണ്ട ഒരു സംഭവം, എനിക്ക് സംസാരിക്കാനുള്ള ടോപ്പിക് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. വളരെ യങ് ഏജിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മഹത്വം മനസ്സിലാക്കി സ്റ്റുഡന്റ് ടു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിയും സാധ്യതകളെയും പറ്റി മനസ്സിലാക്കിയത്. ഇത്രയ്ക്കും പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥയും നിലനിൽക്കുമ്പോഴും 260-ലധികം ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടിയെന്നുണ്ടെങ്കിൽ വിന്നിംഗ് ടീമിന്റെ സക്സസ് പ്രൂവൺ പ്രിൻസിപ്പിൾ ആണെന്നുള്ള മനസ്സിലാവുന്നുണ്ടാവും. കൂടുതൽ ഗ്ലോബലായിട്ട് മലയാളികൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും അവർക്ക് എല്ലാവർക്കും മലയാളത്തിൽ തന്നെ ഓപ്പർച്യൂണിറ്റി എത്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 8:30. അപ്പൊ ഇന്ന് നിങ്ങളോടൊപ്പം പ്രത്യേകിച്ചും ഈ പ്ലാറ്റ്ഫോമിൽ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരോട് സംവാദിക്കാൻ കിട്ടുന്ന ഒരു 15 മിനിറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാഗം നിർത്തിയ അതേ ടോപ്പിക്ക് തന്നെയാണ്. കാലാകാലങ്ങളിൽ പുതുമകൾ പലതും വന്നുകൊണ്ടിരിക്കാറുണ്ട്. പലതും നമ്മൾ കണ്ടില്ല, അറിഞ്ഞില്ല, ആരും നമ്മളെ വിളിച്ചിരുത്തി പറഞ്ഞു തന്നില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ പരിഭവം. അല്ലെങ്കിൽ അതിനുള്ള പക്വത ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും വൈകിപ്പോയി. ഇതൊക്കെ തന്നെ ആയിരിക്കാം നമ്മുടെ എക്സ്ക്യൂസ്. പക്ഷെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയ ഒരു കാര്യവും അറിഞ്ഞ സത്യവും ഒന്നാണ്, ടു ബി സക്സസ്ഫുൾ ഇൻ എനിത്തിങ്, എവിടെയാണെങ്കിലും നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വിത്ത് ദ റൈറ്റ് പീപ്പിൾ, ശരിയായുള്ള ആൾക്കാരോടൊപ്പം ഒത്തുചേരണം എന്നുള്ളത് സത്യമാണ്. സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും ബിസിനസ് ആണെങ്കിലും ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിലും. അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ള മറ്റൊരു സത്യമാണ്, ഷുഡ് ബി ഇൻ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായുള്ള ആൾക്കാരോടൊപ്പം ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ ഭാഗ്യം എന്ന് നിരീക്ഷിക്കുന്നു. പക്ഷെ അവിടെ കൊണ്ടും കാര്യം തീരുന്നില്ല. അതിനുശേഷം എടുക്കുന്ന ഒരു തീരുമാനം, ദാറ്റ് ഷുഡ് ബി റൈറ്റ്, ദ റൈറ്റ് ഡിസിഷൻ. കാരണം ഓപ്പർച്യൂണിറ്റി കാണുന്ന നിരവധി പേരുണ്ടാവും. പക്ഷെ അതിനെ ഉൾക്കൊള്ളുന്ന ചിലര് ഉൾക്കൊണ്ടതിന് ശേഷം തീരുമാനം എടുക്കുന്നത് അതിലും കുറച്ച്. ആ കുറച്ചുപേരാണ് ശരിക്കും വിജയിക്കുന്നത്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമും റൺ ചെയ്യുന്നത്. ഞാൻ പറയാൻ കാര്യം 70-കളിലും 80-കളിലും 90-കളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഓരോ ദശകത്തിലും നടന്ന മാറ്റങ്ങൾ
കണ്ടറിഞ്ഞ് പെരുമാറിയ വ്യക്തികളെല്ലാം തന്നെ ജീവിതത്തിൽ ഔന്നിത്യങ്ങൾ താണ്ടിയിട്ടുണ്ട്. സക്സസിന്റെ ഫോർമുല ഒരുപക്ഷെ ശ്രീരാഗ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. കുറെ ധനസമാഹരണം മാത്രമല്ല, കുറെ പൈസ ഉണ്ടാക്കി എന്നുള്ളത് മാത്രം സക്സസ് ആയി എന്ന് പറയാൻ പറ്റുന്നില്ല. ജീവിതത്തിന്റെ നാനാതരത്തിലുള്ള പല ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വ്യക്തി. അവിടെ പറയുന്നുണ്ടായിരുന്നു സെക്യൂരിറ്റി എന്നുള്ളൊരു ആസ്പെക്ട്, ഹെൽത്ത് എന്നുള്ളൊരു ആസ്പെക്ട്, പൈസയും അനിവാര്യമാണ്. അപ്പം ഈ പറയുന്ന 4 കമ്പോണൻസും ഒരുമിച്ച് കിട്ടാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഞാനിവിടെ പറഞ്ഞു, ശ്രീരാഗിനെ പോലത്തെ ഒരു യങ്സ്റ്റർ പഠനത്തിന് ശേഷം, ഇതേ പ്രായത്തിൽ ഒരു 70-80 കാലഘട്ടങ്ങളിലാണെങ്കിൽ പഠനശേഷം ഉദ്യോഗമായിരുന്നു പ്രധാന ലക്ഷ്യം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം തന്നെ ജോലി തേടാനുള്ള ഒരു മാർഗമായി കരുതിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയത്, ബഹുഭൂരിപക്ഷം പേര്. പക്ഷെ ഇന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും ജോലി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി പഠിച്ച വിഷയത്തിൽ ജോലി കിട്ടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പഠിച്ചതിന് തത്തുല്യമായ വേതനം കിട്ടുന്നു എന്നുള്ളത് അതിനേക്കാളും അതിശയിപ്പിക്കുന്നു. സോ ഈ സമയത്ത് സ്വന്തം കഴിവുകളെ മനസ്സിലാക്കി ആ കഴിവുകളെ വേണ്ട വിധത്തിൽ പരിപോഷിപ്പിച്ച് അതിലൂടെ തന്റെയും തന്റെ കുടുംബത്തിന്റെയും അതുവഴി സമൂഹത്തിന്റെയും ഔന്നിത്യം തേടിപ്പിടിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സംരംഭകൻ അഥവാ ഓണ്ടർപ്രണർ എന്ന് പറയുക. പലപ്പോഴും പറയാൻ എളുപ്പമാണെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് സംരംഭകത്വം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ഒരു എക്കോസിസ്റ്റം വേണം, അതിനെ വളർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അത് നിലനിൽക്കുന്നു എന്നുള്ള സംശയമുണ്ട്. പക്ഷെ ഇവിടെ ആ കാര്യത്തിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷന്റെ ബാനറിലാണ് നിങ്ങൾ ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി കണ്ടത്. അതിന്റെ പേരാണ് വിന്നിംഗ് ടീം. ഒരുപക്ഷെ വളരെ കമ്പനിയെ പറ്റിയും കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ പറ്റിയും ഒക്കെ മനോഹരമായിട്ട് ശ്രീരാഗ് പറഞ്ഞ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വിന്നിംഗ് ടീം എന്നുള്ള പദം പ്രയോഗിക്കുന്നുണ്ട്. കാരണം കമ്പനി നന്നായി എന്നുള്ളത് കൊണ്ടോ പ്രൊഡക്റ്റ് നല്ലതാണെന്നുള്ളത് കൊണ്ടോ കോമ്പൻസേഷൻ പ്ലാൻ ബെസ്റ്റ് ആണെന്നുള്ളത് കൊണ്ടോ അല്ല, മറിച്ച് നമ്മളെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കൈകോടിച്ച് ഉയർന്നു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി തരണം. അപ്പൊ എല്ലാ കഴിവും ചേർന്നൊരു വ്യക്തി അല്ല ഇവിടെ വിജയിക്കുന്നത്, പക്ഷെ കഴിവുള്ള ആൾക്കാരെ ചേർത്ത് നിർത്താൻ പറ്റുന്ന വ്യക്തികളാണ് ഇവിടെ വിജയിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 70കളിൽ വന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആവാം, 80കളിൽ വന്നത് ഇലക്ട്രോണിക് റവല്യൂഷൻ ആവാം, 90കളിൽ IT ആയിരുന്നിരിക്കാം. ഈ കാലഘട്ടത്തിൽ ആളുകൾ വിജയിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ സാധ്യത മനസ്സിലാക്കി അതുമായി ചേർന്ന് പ്രവർത്തിച്ചവരാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷെ അന്നൊക്കെ നമ്മൾ കണ്ട സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് തുടങ്ങണമെന്നുണ്ടെങ്കിലും പണമാണ് പ്രധാനം. പലപ്പോഴും നമ്മുടെ സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളതും അത് തന്നെ ആയിരിക്കും. എന്ത് തുടങ്ങണമെന്നുണ്ടെങ്കിലും ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ദീസ് ആർ ദ 3 മാൻഡേറ്ററി തിങ്സ്. പക്ഷെ ഇച്ചിരി മുമ്പ് ശ്രീരാഗ് സെഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് കേൾക്കുന്ന അത്യന്താധുനികം എന്ന് നമ്മൾ വിളിക്കുന്ന ഒന്നിനും തന്നെ ലാൻഡും ലേബറും ക്യാപിറ്റലും അല്ല, മറിച്ച് ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരാശയം അതിന്റെ സമയമായാൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കും. സോ ഇവിടെ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കോമേഴ്സ് എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒരുപക്ഷെ കോവിഡ് എന്ന മഹാമാരി ആയിരിക്കും ഡിജിറ്റലിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷെ ആ ഡിജിറ്റലിന്റെ സംഭാവനയാണ് ഇന്ന് കാണുന്ന പല ആധുനിക സൗകര്യങ്ങളും. അപ്പൊ ആ സൗകര്യങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വെറും ഒരു കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നിന്നും ഒരു പ്രൊസ്യൂമർ അഥവാ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമറിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് ഏൺ ചെയ്യുന്ന നമ്മുടെ ഇൻകം എന്തിന് കുറച്ച് മിഡിൽമെന്നിനോ അല്ലെങ്കിൽ പരസ്യ കമ്പനികൾക്കോ ബ്രാൻഡ് അംബാസിഡേഴ്സിനോ വീതിച്ചു കൊടുക്കണം. അപ്പൊ ചെലവിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുണ്ടെങ്കിൽ കാലക്രമേണ നമുക്ക് കിട്ടുന്ന ആ മെച്ചം നമുക്കിഷ്ടപ്പെട്ട, നമ്മളോടൊപ്പം ഉയരണം വളരണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേർക്ക് കൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതിന്റെ പേരാണ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി. അത് ജോഗ്രഫിക്കലി നിങ്ങളുടെ വീടിന്റെ അപ്പുറം തന്നെ ആവണമെന്ന് വാശി പിടിക്കേണ്ട. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഷാജി മിത്തൽ എന്ന് പറയുന്ന വ്യക്തി ദുബൈയിൽ നിന്നാണ് നമ്മളോടൊപ്പം ജോലി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ 9 രാജ്യങ്ങളിൽ വളരുന്നു. അദ്ദേഹം കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും, കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിലായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ അവർ അവിടെ ഇരുന്നുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയോ ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്താൽ പോലും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഒരു ഇൻകം എത്തുന്നുണ്ടോ. പക്ഷെ അദ്ദേഹത്തിന് ഇൻകം എത്തണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻകം മേടിച്ചു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. സോ ഞാൻ പറയാൻ കാര്യം, ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കോമേഴ്സ് എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ സംരംഭകത്വം എന്നുള്ളതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം എല്ലാവർക്കും എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പടിവാതികൾ വന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പാരമ്പര്യമായിട്ട് നിൽക്കുന്ന പല തൊഴിലുകളും അസ്തമിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു ടെസ്ലയുടെ ഡ്രൈവർലെസ് കാർ വന്നതോടുകൂടി ഡ്രൈവിംഗ് എന്നുള്ളത് ഒരുപക്ഷെ എത്രമാത്രം ആളുകളുടെ ഒരു ഉപജീവന മാർഗമായിരുന്നിരിക്കാം. അത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകുന്ന ഒരു കാലം അതിവിദൂരമല്ല. സോ ചോദ്യം, ഈ സമയത്തെല്ലാം
നമ്മളെ സംബന്ധിച്ചിടത്തോളം സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള നെവർ ഡിമിനിഷിങ് എവർ ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കോമേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രമേയം ഇന്ന് വെസ്റ്റീജും വിന്നിംഗ് ടീമും കൂടെ ഒരുമിച്ച് ചേർക്കുന്ന ഈ സന്ദർഭത്തിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നുണ്ട്. ആൾറെഡി അതിന് ചെയ്യേണ്ടത് എന്താണെന്നും പറഞ്ഞു. ചേഞ്ച് യുവർ ഷോപ്പ്. ഞാൻ ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഇന്ത്യൻ നേവിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിട്ട് സർവേ ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കണ്ട് ഇതിലൂടെ സെക്കൻഡ് കാരിയറിനോ എന്നെ സംബന്ധിച്ച് എന്റെ പൊട്ടൻഷ്യലിനെ ട്രൂ പൊട്ടൻഷ്യലിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ കണ്ടെത്തിയത്. അവിടെയും നമുക്കറിയാം ഒരു പക്ഷേ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് കിട്ടാനുള്ള സംവിധാനം ഡിഫൻസ് ക്യാൻറ്റീൻ സർവീസസിനുണ്ട്. അവിടെയും ക്യാൻറ്റീനിൽ പോകണം, ക്യൂ നിൽക്കണം, സാധനം വാങ്ങി വരണം. ഇവിടെ വീട്ടിലേക്ക് സാധനം എത്തുന്നു എന്ന് മാത്രമല്ല 30% വരെ യൂസ് ചെയ്ത് നോക്കിയതിനു ശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും കമ്പനി തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഗ്യാരണ്ടീഡ് ആണ്. കൂടാതെ സാധാരണഗതിയിൽ മിഡിൽമെൻ കമ്മീഷനോ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചറിനോ പറഞ്ഞ് നമ്മളിൽ നിന്ന് ഈടാക്കുന്ന 55-60% തുക നമ്മളിലേക്ക് തന്നെ തിരികെ തരാനും കമ്പനി തയ്യാറാണ്. സോ ഈ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൺസ്യൂമർ നെറ്റ്വർക്ക് എന്നോ ബിസിനസ് നെറ്റ്വർക്കോ എക്സ്പാൻഡ് ചെയ്യുകയും അതിലൂടെ വോളിയം ക്രിയേറ്റ് ചെയ്യുമ്പോഴുമായിരിക്കും പറയപ്പെടുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും കാലപ്രവാഹത്തിന്റെ ഏറ്റവും ആവശ്യമായി തീർന്നിരിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നതാണ് കംഫർട്ടും കൺവീനിയൻസും. ഇന്ന് നമുക്കറിയാം നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ കടകളിൽ പോയി ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന കാലഘട്ടം പര്യവസാനിച്ചു. അവരെല്ലാവരും വീടിന്റെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഏതൊക്കെ അറിയാവുന്ന മാർഗങ്ങളുണ്ടോ അതിലെല്ലാത്തിലും കൂടെ ഡിജിറ്റലായിട്ടായിരിക്കും ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. ആ മാർഗത്തിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ ആണ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കോമേഴ്സ്. ഒരുപക്ഷെ ഇ കോമേഴ്സ് എന്ന് പറയപ്പെടുന്ന ആമസോൺ അല്ലെങ്കിൽ മീഷോ, ഫ്ലിപ്കാർട്ട്, ജബോങ്, മിന്ത്ര ഇവരെയൊക്കെ അഡ്വാൻസ്ഡ് വെർഷനായി തീർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇനി അങ്ങോട്ട് കാണുന്ന ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കോമേഴ്സ്. സ്വന്തമായിട്ട് മേടിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മളിലൂടെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നടക്കുന്ന ട്രാൻസാക്ഷന്റെ 60% വരെ ആ കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റ് ആയി തീരുന്നുണ്ടാവും. സോ ഈ സാധ്യതയെ വേണ്ടവിധത്തിൽ മനസ്സിലാക്കി ഒരു തീരുമാനമെടുത്ത് പെരുമാറുന്ന വ്യക്തികളാണ് ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ. സോ എംപ്ലോയ്മെന്റ് ബ്ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലും സംരംഭകത്വം കാലഘട്ടത്തിൽ ആവശ്യമായി തീരുന്ന സന്ദർഭത്തിലും ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയാണെങ്കിലും, ഒരുപക്ഷെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മ ആയിരിക്കാം, സ്റ്റുഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റിട്ടയർഡ് ഹാൻഡോ എംപ്ലോയിയോ ആയിരിക്കാം, അത് നിലനിർത്തിക്കൊണ്ട് വേണം ഇതിലും കൂടെ നമ്മൾ സക്സസ് കൈവരിക്കാൻ. ആകെ നോൺ പ്രൊഡക്റ്റീവ് ആയി പോകുന്ന കുറെ ടൈമിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിക്കൊണ്ട് ഗ്രാജുവലി നമുക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് ചേക്കേറാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട്. സാധ്യത ഞാൻ പറയാൻ കാര്യം എവറിത്തിങ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ. സാഹചര്യങ്ങൾ അനുകൂലമാണ്, ചെയ്തു തരാൻ പറ്റുന്ന എക്കോസിസ്റ്റം ഉണ്ട്. പക്ഷെ ഇതിനെ എന്തുമാത്രം വിനിയോഗിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഓരോ വ്യക്തിയുടെയും സക്സസ് അല്ലെങ്കിൽ സക്സസ് ആവാൻ എടുക്കുന്ന സമയം തീരുമാനിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം ഒരുപക്ഷെ ഈ പ്രോഗ്രാമിലേക്കായിട്ട് ഇൻവൈറ്റ് ചെയ്തത്. അദ്ദേഹം നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ അത്തരത്തിൽ എന്തൊരു കഴിവുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആ കഴിവിനെ വിനിയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടമായിട്ട് വിജയിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസവും ഉള്ളത് കൊണ്ടാണ്. സോ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുന്ന അതേ സാഹചര്യം നിങ്ങൾക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാലക്രമേണ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നോൺ പ്രൊഡക്റ്റീവ് ടൈമിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റി നിങ്ങളിൽ ഉള്ള എന്ത് പൊട്ടൻഷ്യൽ ആണോ ആ പൊട്ടൻഷ്യൽ മറ്റുള്ളവരുമായി ചേർന്ന് സമ്മേളിക്കുമ്പം ഇറ്റ് എൻഡ് അപ്പ് ഇൻ എ ഗ്രേറ്റ് റിസൾട്ട്സ്. സോ ഐ റിയലി wish you all the very best and welcome each one of you, especially those who are here for the first time. ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹേർട്ടി വെൽക്കം. വിന്നിംഗ് ടീമുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച വ്യക്തിയുമായിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹൗ ടു പ്രൊസീഡ് അബൌട്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് ഒരു കോൺക്രീറ്റ് ഡിസിഷൻ എടുത്തുകൊണ്ട് ജൂൺ 2-ാം തീയതി വെസ്റ്റീജ് 21ാം ആനിവേഴ്സറി ആഘോഷിക്കുന്ന വേളയിൽ ഒരുപക്ഷെ 20 വർഷം നിങ്ങൾ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു കുറവല്ല. എന്ന് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്ന് തൊട്ട് നിങ്ങളൊരു തീരുമാനമെടുത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയായിരിക്കും വിജയം തീരുമാനിക്കുന്നത്. അപ്പം 21st ആനിവേഴ്സറി ഓഫ് ദിസ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി ത്രൂ വെസ്റ്റീജ് ജൂൺ 2 ഇന്ത്യ ഉൾപ്പെടുന്ന 9 രാജ്യങ്ങളിലും സെലിബ്രേറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു നവാഗതനായിട്ട് എൻട്രി ചെയ്യുക. അവിടുന്ന് എടുക്കുന്ന ഒരു തീരുമാനം കൊണ്ട് മറ്റുള്ളവർക്ക് എടുത്തതിനേക്കാൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ സക്സസിന്റെ ഡെഫിനിഷൻ
ഡെഫിനിഷൻ എഴുതി ഉണ്ടാക്കി അത് നേടാൻ ഈ ഓപ്പർച്യൂണിറ്റിയെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക. ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രൂവ് യുവർ സെൽഫ് what potential you have got it that made you to a beautiful, successful personality. Wish you all the very best. Thank you and good night. Thank you, Vimal sir. ഈ മഹത് സംരംഭത്തെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് അതിന് തന്നെ പ്ലാൻ പ്രസന്റ് ചെയ്ത ശ്രീരാഗ് സാറ്, അതിനുശേഷം ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട് വിജയിച്ച ആളിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഇതിന്റെ വ്യാപ്തി എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന വിമൽ സാർ, രണ്ടുപേർക്കും നമുക്ക് ഓരോരുത്തർക്കും ചാറ്റ് ബോക്സിലൂടെ നന്ദി അറിയിക്കാം. വളരെ നന്ദി വിമൽ സാർ, വളരെ നന്ദി ശ്രീരാഗ് സാർ. നിങ്ങളെ ഇങ്ങോട്ട് ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് കൂടി ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിലേക്ക് നിങ്ങൾക്ക് കൈകോർത്ത് വിന്നിംഗ് ടീമിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സുഖമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.